else but my papa, Thomas David. Tenzi Thomas. പിന്നെ കളിയാനിക്ക് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ അടി കിട്ടി വരും. അന്നേരം പറയാം നിങ്ങളെ കൂടി ഞങ്ങൾ അടിച്ചു അടി കിട്ടി എന്നൊക്കെ പറയും. അപ്പൊ അന്ന് ഈ യൂസുഫിനെ തോൽപ്പിക്കുക എന്നുള്ള അവരുടെ ടീമിനെ തോൽപ്പിക്കുക എന്നുള്ള ഏറ്റവും വലിയ ആവശ്യകതയായി മാറി ഞങ്ങളുടെ എല്ലാ ടീമിന്റെ. കാരണം അത് ചെയ്യാത്ത പണിയാണ്. ആ ഊഞ്ഞാലാടി അതിന് രസമുണ്ട്, സംഭവം ശരിയാണ്. പക്ഷെ അതിൽ അത് ഡേഞ്ചറസ് ആയിരുന്നു. രാത്രി വന്നത് പറഞ്ഞത് ശരിയാണ്. ഇരിഞ്ഞിട്ട് നേരെ കിടന്നിട്ട് കരഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കി ഇപ്പം യൂസുഫിന്റെ കൈ ഒരു ഇസിഡ് പോണക്കിരിപ്പുണ്ട്. ഈ കൈയുടെ കുള Hi there everyone, Namaskaram, Nanni, ingottu varanadine. This will be our first attempt to do a new initiative and our brand new show. It's gonna be called Before We Forget, and honestly this will be a little personal. This is a small attempt to do something really special as well. So let me start off with what one of my friends actually said. Ishwar, one day we were having this conversation once, and he told me, if you don't record your journey, no one will, especially if you don't make it. And that sentence actually stayed with me, because we go through lives collecting all these memories which contains laughter, heartbreaks, proud moments, weird dreams, and most of them just disappear. No record, and there is no rewind button. They're just gone. So this right here is an attempt to make sure this doesn't happen. And today I'm sitting down with someone who shaped who I am more than anyone else, and he is the man, no one else but my papa, Thomas David. Tenzi Thomas. Here we have Tenzi Thomas. Yep. So Tenzi Thomas is a father of two, husband of one, and my personal North Star. He is full of wisdom, a lot of stories, a lot of experience, and has some intense dreams as well. Hello appa, എങ്ങനെയുണ്ട്? സുഖാണോ? സുഖമായിട്ട് പോകുന്നു. രാവിലെ കണ്ടേ ഉള്ളൂ, 5 മിനിറ്റ് മുമ്പേ പ്രാക്ടീസ് ചെയ്തേ ഉള്ളൂ. പിന്നെ എങ്ങനെ പോണു ജീവിതം? താൽക്കാലികം വളരെ സ്വസ്ഥം സമാധാനമായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ നിലവിൽ. ഓക്കെ, എന്താ ഇങ്ങനെ പേടിയായിട്ട്? അല്ല, ഇനിയും താളുകളിലെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ പപ്പനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളുടെ പ്രേക്ഷകരെ ഒന്ന് പറയിപ്പിക്കാവോ? ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? പപ്പ ആരാ, എന്താ ചെയ്യണേ, എവിടുന്നാ വന്നേ, നാട്ടിലെവിടെയാ? ഓക്കെ, എന്റെ പേര് ടെൻസി തോമസ്. ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് ഡൽഹിയിലാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഡൽഹിയിൽ ഇവിടെ ഒരു NGO ഓർഗനൈസേഷനിലാണ്. എന്റെ ചെറുപ്പം വരവ് എന്ന് പറഞ്ഞാല് അട്ടർ ഒരു പക്ക വില്ലേജ് ആയിട്ടുള്ള ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ പനങ്കൂട്ടി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം അവിടെയാണ്. ഏകദേശം ഒരു 24 വയസ്സ് വരെ ഞാൻ ജീവിച്ചത് പഠിച്ചത് എല്ലാം ഈ പനങ്കൂട്ടി എന്ന സ്ഥലത്താണ്. അവിടുന്ന് ഞാൻ ഡൽഹിയിൽ പഠിക്കാൻ വന്നു. കുറേ കാലം ഡൽഹിയിൽ പഠിച്ചു. വീണ്ടും അതിനുശേഷം ജോലി ഡൽഹിയിൽ തന്നെ തുടർന്നു. ഇപ്പോൾ ഏകദേശം ഒരു അറൗണ്ട് 30 ഇയേഴ്സിനോളം അടുത്ത് 28 ഇയേഴ്സോളം ആയിട്ട് ഞാൻ ഡൽഹിയിലാണ്. അങ്ങനെ ജീവിതം പോലും കുഴപ്പമില്ല. അങ്ങനെ 1999 ജനുവരി 11 തീയതി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. 2 കുട്ടികളുണ്ട്. അതിലൊന്നാണ് ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന തോമസ് ഡേവിഡ് ടെൻസി എന്ന മഹാൻ. ഒന്ന് ഡോണ ടെൻസി എന്ന് പറയുന്ന ഒരു മോളുണ്ട്. അങ്ങനെ 4 പേര് അടങ്ങുന്ന ഒരു കുടുംബം സ്വസ്ഥം സമാധാനമായിട്ടൊക്കെ പോകുന്നു. കുഴപ്പമില്ല. അടിപൊളി. ഈ നമ്മളുടെ ഈ വേദിയിൽ നമ്മൾ പറയാൻ പോണത് നമ്മളുടെ ഫണി സ്റ്റോറീസ്, നമ്മളുടെ കഷ്ടപ്പെട്ടായ സ്റ്റോറീസ്, നമ്മളുടെ സ്റ്റോറീസ്. ബിക്കോസ് ഇൻ ദി എൻഡ് സ്റ്റോറീസ് ആർ വാട്ട് മേക്സ് അസ്. സോ വിത്തൗട്ട് എനി ഫർദർ അഡു, പപ്പയുടെ ആദ്യ ചോദ്യം, ക്യാൻ യു റീകോൾ എ ഫണി
or an embarrassing incident from your childhood that still makes you laugh? പപ്പയുടെ ജീവിതത്തിൽ പപ്പ ഇങ്ങനെ ഓർത്തോർത്ത് ചിരിക്കണ ഒരു നിമിഷം അത് ഏതായിരിക്കും? അതൊന്ന് പറയാമോ? ഈ ഓർത്തോർത്ത് ചിരിക്കുക എന്ന് പറഞ്ഞാല് ചെറുപ്പ കാലഘട്ടത്തിൽ എനിക്ക് പെട്ടെന്ന് വരുന്ന ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ചെറുപ്പകാലത്തുള്ള ആ ഗ്രാമങ്ങളിലെ അന്നത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ വീട്ടിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് എനിക്ക് പറയാനുള്ളത്. പെട്ടെന്ന് ഓർമ്മ വരുന്നത്, അതായത് ഈ അന്നത്തെ ഓണക്കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ആ കുഞ്ഞു കാലഘട്ടത്തില് ഓണം ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ അമ്മ മിക്കവാറും പായസം വെക്കും. പായസം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ രീതിക്കുള്ള പായസമല്ല. അന്ന് ഉള്ള പായസം എന്ന് പറഞ്ഞാൽ ഈ ഗോതമ്പിന്റെ ചെറിയ ഞുറുക്ക്, ഇപ്പോഴത്തെ ഏതാണ്ട് ദലിയ എന്ന് വേണം പറയാം, അത് വേവിച്ചിട്ട് അതിനകത്ത് ശർക്കരയും തേങ്ങയും ഇട്ട് തരും. അതായിരുന്നു അന്നത്തെ ഞങ്ങളുടെ പായസം, ഓണപ്പായസം, ചെലവ് കുറഞ്ഞ പായസം. ശർക്കര ഇട്ട് എന്നുണ്ടാക്കിയുള്ളത് പായസമാണ്. അപ്പോൾ അതായിരുന്നു ഓണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം. പിന്നെ അടുത്തത് ഒരു ഇതാണ് കൾച്ചറൽ പ്രോഗ്രാം. ഇന്ന് നമ്മൾ ഓണാഘോഷത്തിന്റെ പരിപാടിക്കൊക്കെ ആയിട്ട് നമ്മൾ ഒക്കെ പലവിധ പരിപാടികൾ നടത്തുന്നതിന് പകരമായിട്ട് അന്ന് ഞങ്ങൾക്ക് വീടുകളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ഹോബി എന്ന് പറയുന്നത് ഈ ഊഞ്ഞാലാട്ട. ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ ഇപ്പം അതായത് ജൂല. ഇന്നത്തെ രീതിക്കുള്ള മോഡിഫൈഡ് ആയിട്ടുള്ള ഒന്നും അല്ല ഊഞ്ഞാലെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ ഊഞ്ഞാലായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇത് ആരും കാണരുത്. അന്ന് വീട്ടിൽ ചാച്ചനും അമ്മയും ഈ ഊഞ്ഞാലൊക്കെ കണ്ട ഊഞ്ഞാലും കാണില്ല, പിന്നെ ഞങ്ങളുടെ മേത്ത തൊലിയും കാണില്ല, അടിച്ച് പറിച്ചിട്ട് പലക്കെ. അപ്പം ഇത് ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്നാ ചെയ്തു, ഞങ്ങളെന്ന് പറഞ്ഞാല് എൻ്റെ മൂത്ത പെങ്ങള് ഷാലി ചേച്ചി, എൻ്റെ ചേട്ടൻ ടോമി ചേട്ടൻ, ആളിപ്പോയി എല്ലാം മരിച്ചുപോയി. ഇങ്ങനെ ഞങ്ങൾ മൂന്ന്, അനിയനുണ്ട് ഷാജി, പുള്ളി എന്ന് എനിക്ക് തോന്നുന്നു അത്രയൊന്നും വളർന്നില്ല, ഊഞ്ഞാലൊക്കെ കണ്ടത്. ഞങ്ങൾ മൂന്നുപേരും കൂടെ ആരും കാണാണ്ട് ഊഞ്ഞാല് കെട്ടാൻ പോയി. ഈ കെട്ടാൻ പോകും. അതെന്ന് പറഞ്ഞാല് പറമ്പിൽ ആരും ഇച്ചിരി ദൂരത്താണ്, ചാച്ചനൊന്നും പെട്ടെന്ന് കാണില്ല, വീട്ടിൽ ഇച്ചിരി മാറിയ. അപ്പൊ ഒരു വലിയ കശുമാവിന്റെ വലിയൊരു കശുമാവ് കാണാം പറമ്പിൽ, ഒരു ഒത്തിരി വളർന്ന് പന്തലിച്ചിരിക്കുന്ന കശുമാവ്. അതിന്റെ ഏറ്റവും താഴെയുള്ള ഇറകെന്ന് പറഞ്ഞാൽ ശിഖരം ഇങ്ങനെ ബ്രാഞ്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒത്തിരി ഇതായിട്ടുള്ള, അതിങ്ങനെ പാരലായിട്ട് പോയിട്ടുള്ള. അപ്പൊ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൈ എത്തില്ല, അതിനേക്കാൾ കുറച്ചുകൂടെ പൊക്കമുണ്ട്, ഒരു 10-15 അടി പൊക്കത്തില് ഇങ്ങനെ പാരലായിട്ടാണ് ഏറ്റവും താഴത്തെ ബ്രാഞ്ച് പോണേ, വളരെ സ്ട്രോങ് ആണ്. അപ്പം ഈ കശുമാവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ എന്താ പറയുന്നത്, വലിയ ട്രീയാ. ഞങ്ങളെ ഒരാളെ ചേട്ടുമുള്ളി എടുത്ത് പൊക്കി പിടിക്കുവേ. എന്നിട്ട് ഈ ഇത് ഊഞ്ഞാൽ കെട്ടണല്ലോ, ഇങ്ങനെ കെട്ടിയിട്ട് ഇരിക്കാനുള്ള സ്റ്റെപ്പ് ഉണ്ടാക്കണം. ഇരിക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ അന്നത്തെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനം ഈ എന്നതാ ഈ തെങ്ങിന്റെ മടല്. തെങ്ങിന്റെ മടല് എന്ന് നമുക്ക് മനസ്സിലാവുന്നു, തെങ്ങിൻ മടൽ എന്താണെന്നുള്ളത്. അതിന്റെ രണ്ട് സൈഡിലും കുറച്ച് കൊല ഉണ്ടാക്കിയിട്ട് കയറ് കെട്ടും, ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയും കയറ് കെട്ടും ഇവിടെയും കയറ് കെട്ടും. എന്നിട്ട് ഈ ശിഖരത്തിന്റെ മുകളിൽ കൂടെ ഇട്ടിങ്ങനെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അത് ഈ കയറ് ആരും കാണാതെ കിട്ടുന്നതെന്ന് പറഞ്ഞാല് അന്നത്തെ കാലത്ത് 2-3 പശു ഉണ്ട് വീട്ടില്. ഈ പശുവിനെയൊക്കെ പറമ്പിൽ കൊണ്ട് കെട്ടുമ്പോൾ വളരെ നീളമുള്ള കയറാണ് പശുവിനെ കെട്ടാൻ പുറത്തു കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നത്. വീട്ടിൽ തൊഴുത്തിൽ കൊണ്ട് കിട്ടുമ്പോൾ ആ കയർ അഴിച്ചു മാറ്റി വെച്ചിട്ട് ചെറിയ കയറിട്ടാണ് തൊഴുത്തിൽ കെട്ടുന്നത്. അപ്പൊ അങ്ങനെ 2-3 വലിയ നീളമുള്ള കയറ് തൊഴുത്തിനകത്തി. ഈ കയറെല്ലാം കൂടെ 3 ഞങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് അത് ഇങ്ങനെ അയച്ച് കെട്ടിയിട്ടാണ് ഈ തെങ്ങിന്റെ മടലയിൽ ഇത് കെട്ടിയിട്ട് മുകളിൽ കൂടെ ശിഖരത്തെ കൂടെ ഇട്ട് ഞങ്ങള് കയറിയിരിക്കും. ഈ മടലിന്റെ പുറത്ത് കയറി ഇരുന്നിട്ട് ഒരാള് മറ്റൊരാളെ ഇങ്ങനെ ആട്ടി വിടുക. ഈ ആട്ടി വിടുക എന്ന് പറഞ്ഞാൽ ഈ കെട്ടിയിരിക്കുന്ന ഈ കാഷ്യൂന്റെ ട്രീയുടെ താഴത്തെ വശം എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഡീപ്പായിട്ടുള്ള വലിയ കൊക്ക, കുറെ ദൂരം അങ്ങ് പോയി കഴിഞ്ഞാൽ. അപ്പൊ നമ്മളിങ്ങനെ ആട്ടി വിട്ട് കഴിയുമ്പോൾ അത്രയും ദൂരം അങ്ങ് പോയിട്ട് അതേ ഇവിടെ ഇങ്ങനെ തിരിച്ചു വരും, വീണ്ടും ഇങ്ങനെ ആട്ടി. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞങ്ങളത് ഓരോരുത്തർക്കും ടൈം തന്നിട്ടുണ്ട്. ഇപ്പം ചേച്ചിക്ക് ഷാൽ ചേച്ചിക്ക് ഒരു 2 മിനിറ്റ് ആടാൻ കൊടുക്കും, ചേട്ടൻ 2 മിനിറ്റ്, എനിക്ക് ഇങ്ങനെ. അപ്പൊ ഓരോരുത്തരും ഓരോരുത്തർ ആട്ടി വിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് സമയത്ത്. പക്ഷെ ഇതിന്റെ കുഴപ്പം എന്താന്ന് വെച്ചാല് ഈ കയറങ്ങാനും ഏതെങ്കിലും കാരണവശാൽ കയറ് പൊട്ടുപോയോ ഈ മടൽ ഒടിഞ്ഞു പോവോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കാർ പോക്ക് അങ്ങ് പോയാൽ ചിലപ്പോൾ വലിയൊരു ഡെപ്ത് കൊക്കയിലേക്കായിരിക്കും പോവുക. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലണമെങ്കിൽ പോലും കൂടെ ഡയറക്റ്റ് ചെല്ലാൻ പറ്റില്ല, നമുക്ക് വേറെ ഒരു സ്ഥലത്തോടെ ഇറങ്ങി മാത്രമേ ആ താഴെ ചെല്ലാൻ പറ്റുള്ളൂ. അത്രയും ഡെപ്ത് ആയിട്ടുള്ള ഒരു കൊക്കയിലേക്കായിരിക്കും ആളി പോയി വീഴുക. വളരെ ഡേഞ്ചറസ് ആണ് ഇത് എന്ന് അറിയാമെങ്കിലും ഈ കളിക്കാനും ഊഞ്ഞാലാടാനുള്ള ആഗ്രഹം കൊണ്ടും ആരും കാണാതെ ചെയ്യുന്ന പരിപാടി ആയതിന്റെ പേരിലും ഇങ്ങനെ സ്ഥലത്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു ദിവസം ഈ
വീട്ടിൽ എന്തൊക്കെ പണിക്ക് വേണ്ടി ഞങ്ങളെ മൂന്നിനും കൂടെ ചാച്ചനമ്മ അന്വേഷിച്ചപ്പോൾ ആരും കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ അന്വേഷിച്ച് വിളിച്ചുകൊണ്ട് പറമ്പിക്കൊണ്ട് നോക്കുമ്പം വിളിച്ചോണ്ട് വരുക. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ശാലിച്ചേച്ചി ഇങ്ങനെ ആടിക്കുക. 2 സ്റ്റെപ്പ് 3 പോയി, 4ാമത് വന്നു, 5ാമത് തള്ളി വിട്ടേച്ച് ഞങ്ങൾ നോക്കി പുറകോട്ട് കയറി ഒച്ച കെട്ടത്തി പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പം ചാച്ചൻ ദേണ്ട ഒരു വടിയായിട്ട് വീണ്ടും പോവുക. അപ്പൊ പറയുന്നുണ്ട്, ചേട്ടാ തള്ളി വിടാന്ന്, പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ പേടിയാ, തള്ളി വിടാന്ന് പറയുന്നുണ്ട്. പക്ഷെ തള്ളി വിടാൻ ആളില്ലായിരുന്നു. അപ്പൊ അതിന്റെ സ്പീഡ് കുറഞ്ഞു പോയി. 2ാമത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ചാച്ചൻ കയറെ പിടിച്ചു. ചാച്ചൻ പിടിച്ച് താഴെ ഇറക്കിയിട്ട് ചാലിച്ചേച്ചിക്കിട്ട് 4 എണ്ണ അങ്ങ് വിട്ടു കൊടുത്തു. അപ്പൊ ഞങ്ങള് ചാലിന് വിട്ടുണ്ട്, ഞങ്ങൾക്ക് അടിയും കിട്ടിയില്ല, ചാലിച്ചേച്ചി അടിയും കിട്ടി. ചാച്ചൻ ആ കയറും ചെത്തിപ്പറിച്ചു ചക്കമായിക്കോട്ടെ ഈ മാടിലും പറിച്ച് പള്ള കളഞ്ഞ ഇനി മേലാലെ ഓരോരുത്തരും ഇവിടെ അഴ കെട്ടിയേക്കണം പറഞ്ഞിട്ട് ശാസനയും തന്ന അടിയും തന്ന അവളെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ അടി കിട്ടിയില്ല. ഏതായാലും ഞങ്ങൾക്ക് അന്നത്തെ ദിവസം അങ്ങനെ അടി കിട്ടാൻ രക്ഷപ്പെട്ടു. അതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ ഒരു ഊഞ്ഞാല ആടി കിട്ടിയ സമ്മാനം. അത് അന്നും എന്ത് നിറക്കി കാണുമൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന സംഭവമാണ്. എല്ലാവർക്കും കിട്ടിയ അടിയും ഇതൊക്കെ. ഇതാണ് ഏറ്റവും വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബേസിക്കലി ഷാലി ആന്റിക്ക് അടി മേടിച്ചു കൊടുത്തത് പപ്പയ്ക്ക് ഏറ്റവും വലിയ സമ്മാനമായിട്ട് പപ്പയ്ക്ക് തോന്നി. ഇത് ഷാലി ആന്റിയുടെ ഈ കഥ പറഞ്ഞിട്ടുണ്ടോ? ഡെത്തിനകത്തേക്ക് ആരെങ്കിലും കയറി പൊട്ടുകയോ ഞങ്ങൾ ഇരിക്കുന്ന ഈ തെങ്ങമ്മടിൽ ഒടിഞ്ഞു പോവുകയോ ചെയ്താൽ ആള് വലിയ കൊക്കയെ പോയി ചാടും. പിന്നെ അത് വളച്ചു കൂട്ടി വല്ല കൊട്ടയ്ക്കകത്ത് മാരിക്കൊണ്ട് വരേണ്ട അവസ്ഥ കാണും. അത്രയും വലിയ ഡെപ്ത്, വലിയ കൊക്കയാണ് നമ്മൾ ഈ സീരിയലല്ല. അവര് സെക്യൂരിറ്റിയാണ് പറഞ്ഞത്, ഞങ്ങൾ എൻജോയ്മെന്റ് നോക്കി. പക്ഷെ സെക്യൂരിറ്റികൾ ആവശ്യമാണല്ലോ, നമുക്ക് അറിയില്ല. ഇന്നത്തെ കാലത്ത് അറിവുണ്ടെങ്കിൽ പോലും ഊഞ്ഞാലാടണമെന്നുള്ള ഈ പരാക്രമം, ആക്രാന്തം കുടിച്ച് ഇങ്ങനെ നടക്കുമല്ലേ പിള്ളേരെല്ലാം അവിടെ. ബേസിക്കലി ഞാനൊക്കെ പണ്ട് ചെറുതായിരുന്നപ്പം ഫുട്ബോൾ കളിക്കാൻ പോയപ്പോൾ കളം പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോണ പോലെ സംഭവം തന്നെ. പക്ഷെ അടി എനിക്കതിനെ പിടിട്ട് കിട്ടിയത്, വേറെ ആർക്കും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഡോണയായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇപ്പം വരെ അങ്ങനെ നടന്നിട്ടില്ല. പക്ഷെ ഓക്കെ. പിന്നെ ഓക്കെ, പപ്പയുടെ സെക്കൻഡ് സ്റ്റോറി എന്താ പറയുക, നമ്മളുടെയൊക്കെ ലൈഫിൽ ഒരു മൊമെൻ്റ് വരും നമ്മൾ ഇച്ചിരി പേടിച്ച് പോണേ, അല്ലെങ്കിൽ ഭയപ്പെടുന്നത്. എൻ്റെ ലൈഫിലെന്ന് പറഞ്ഞാൽ 10th 12th റിസൾട്ടൊക്കെ വന്ന് ഞാൻ പേടിച്ച് ഞെട്ടി ഇരുന്നതാണ്. അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ പപ്പയുടെ ലൈഫിൽ അങ്ങനെ പേടിച്ചിട്ട് ഒന്നും എന്താ ചെയ്യേണ്ടതെന്നല്ലേ അറിയത്തില്ലാത്ത അവസ്ഥ, അങ്ങനത്തെ ഏതെങ്കിലും സ്റ്റോറി പപ്പ എടുത്തിട്ടുണ്ടോ? അങ്ങനത്തെ ഇഷ്ടമാതിരി എന്ത് ചെയ്യുന്നുണ്ട്. അത് ചെറുപ്പകാലത്ത് മുഴുവൻ കാണിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്ന പരിപാടി അല്ലല്ലോ. പ്രത്യേകിച്ച് ഞങ്ങൾ അന്ന് ചേർത്തിക്കൂട്ടുമ്പം ചിലപ്പം ഞങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും, പക്ഷെ അതിന്റെ ഫൈനൽ വന്ന് അനുഭവിക്കുന്ന മുഴുവൻ തിക്ത അനുഭവങ്ങളായിരിക്കും. ഇത് തെണ്ടിത്തരായിരിക്കല്ല കാണിക്കുന്നത്, പക്ഷെ കാണിക്കുന്നതെല്ലാം നല്ലതായിരിക്കാം. പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വളരെയേറെ എന്താ പറയാ, വേദന ഉളവാക്കുന്ന സംഭവങ്ങളായിരിക്കും ചിലപ്പോൾ. അതിലോർമ്മ ഞാൻ ഓർത്തിരിക്കുന്നത് പറഞ്ഞാൽ ഈ ഞങ്ങളുടെ സ്കൂൾ ടൈം. ഞാൻ പഠിച്ചത് സെന്റ് ജോസഫ് സ്കൂള് പനംകുട്ടി. അവിടുത്തെ പനംകുട്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് കയറി പോണ കുരിശുകുത്തിക്ക് പോണ വഴി ആണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇഞ്ചത്തൊട്ടി പോണ കുരിശുകുത്തിക്ക് പോണ വഴി ആണ് ഞങ്ങളുടെ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഞങ്ങൾക്കുള്ള വഴി. ഏകദേശം ഒരു 20 മിനിറ്റ് നടന്നാൽ വീട്ടിൽ ചെയ്യും. പക്ഷെ വഴിയെന്ന് പറഞ്ഞാൽ ഈ സ്കൂളിന്റെ അവിടെ തൊട്ട് കയറി പോണ വഴിയെന്ന് പറഞ്ഞാൽ വളരെ നാരോ വഴിയാണ്. ഒരാൾ കയറി പോകാം, 2 ആൾ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഒരാൾ ഒരു ഇങ്ങനെ റോഡിന് വഴിയിൽ നിന്ന് വിട്ട് മാറി സൈഡിൽ എവിടെയെങ്കിലും മാറി എന്തെങ്കിലും അറിയും. അത്രയും ഒരു പ്രോപ്പർ വഴിയല്ല എങ്കിൽ പോലും ഞങ്ങൾക്ക് പോകാം. അല്ലെങ്കിൽ പിന്നെ വേറെ റോഡുണ്ട്, അല്ല വളച്ചിട്ട് പോകുമ്പോൾ ഞങ്ങൾക്കൊരു വളരെയേറെ സമയം പിടിക്കും വീട്ടിൽ ചെല്ലും. അപ്പൊ അതിന് ഞങ്ങൾ കുറുക്ക് കയറി പോണ ഭാഗമാണ്. കുറുക്കെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു പൊതുവഴിയാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ കയറി പോകുമ്പോൾ സാധാരണ രീതിയിൽ ഈ പോണ വഴിയുടെ ഒരു ഏകദേശം പകുതി വഴി വരുമ്പം കുറച്ച് ഒരു അവരുടെ പറമ്പില് ഒരു കാനത്തിലെ ജോയിച്ചേട്ടൻ്റെ ഒക്കെ സ്ഥലമായിരുന്നു അത് എനിക്ക് തോന്നുന്നു. അതെയോ ഒരു മറ്റത്തില് അവരുടെ സ്ഥലമായിരുന്നു, കുറിച്ച് എനിക്ക് ഓർമ്മയില്ല. അവിടെ കുറച്ച് നിരന്ന സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ ഈ
കോട്ടകളി. കോട്ടകളി എന്ന് പറഞ്ഞാല് ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ പറയുന്ന കബഡി കളി, അത് മറ്റ് വേർഷനാണ്. കോട്ടകളി ഞങ്ങൾ പറഞ്ഞത് കോട്ടകളി എന്നാണ്, പക്ഷെ സമ്പാട്ട് കബഡി കളിക്കുന്ന രീതി തന്നെയാണ്. കബഡിയും കോട്ടയും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് അല്ലേ? സിമിലർ ആണ്. അപ്പം ഇവിടെ നമ്മളിപ്പോ ഈ കബഡി എന്ന് പറഞ്ഞ പോലെയാണ് നമ്മള് ഈ രണ്ട് ടീം ഒരാൾ മറ്റേ ടീമിനെ തൊടുകയും എന്നിട്ട് നമ്മുടെ ഗ്രൗണ്ടിൽ പുറത്ത് പോയാൽ ആളെ നമ്മൾ ടച്ച് ചെയ്യുന്നു, അവർ ഔട്ടാകും. നമ്മൾ അങ്ങനെ ടീമിലെ അങ്ങനെ മുഴുവൻ ടച്ച് ചെയ്ത് നമ്മൾ ജയിക്കും, നമ്മൾ ടീം ചെയ്യും. കബഡിയും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അപ്പൊ അതിന് ഞങ്ങൾ കോട്ടകളിൽ കോട്ട പോയി അങ്ങനെ ഇത് സ്കൂളിലെ ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്. ഈ ആനുവൽ ഡേ ഒക്കെ വരുന്ന സ്പോർട്സിന് വേണ്ടിയിട്ട് സ്കൂളില് ടീമെ തിരിക്കും. അത് ബ്ലൂ ഗ്രൂപ്പ്, റെഡ് ഗ്രൂപ്പ്, യെല്ലോ ഗ്രൂപ്പ് അങ്ങനെയാക്കും. അപ്പൊ ഈ കോട്ടകളികൾ മിക്കവാറും ഈ കയറി പോകുമ്പം അവിടെ പാത്രവും ഈ നമ്മുടെ പുസ്തകം എല്ലാം വെച്ചിട്ട് കോട്ട കളിക്കുമ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പൊ ബ്ലൂ ഗ്രൂപ്പ് ഒരു ടീമാണെങ്കിൽ റെഡ് ഗ്രൂപ്പ് മറ്റൊരു ടീമായിരിക്കും, അങ്ങനെയായിരിക്കും. അപ്പം പോണ വഴിക്ക് കളിയാക്കണ്ട്. ഈ ബ്ലൂ ഗ്രൂപ്പ് പറഞ്ഞ പുഴു ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. പല വിധത്തിലുള്ള മജാക്ക് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഈ കോട്ടകളിൽ സ്ഥിരം പരിപാടിയായിരുന്നു അവിടെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തില് ഗ്രൂപ്പ് ഏതാന്ന് ഞാനിപ്പോ ഓർമ്മയില്ല, യൂസുഫ് ഉണ്ടായിരുന്നു ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന ക്ലാസ്മേറ്റ്. ഞങ്ങൾക്ക് എനിക്ക് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ്, 6ലാണ് 7ലാണ്. യൂസുഫ് ആണ് ഞങ്ങളുടെ കൂട്ടത്തിൽ അന്ന് ഉണ്ടായിരുന്നില്ല ഏറ്റവും ഒരു എന്താ പറയുന്നത് ആരോഗ്യവാനായിട്ടുള്ളതും ഹൈറ്റും വെയിറ്റ് കാട്ടുള്ള യൂസുഫാണ് അന്നത്തെ ഏറ്റവും ഹീറോ ഞങ്ങളുടെ യൂസുഫ്. മംഗോയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം പുള്ളി അടിമാലിൽ അവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് യൂസുഫിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, കാരണം പുള്ളിക്കാരൻ ഫിസിക്കലി കുറച്ചുകൂടെ ഹെൽത്തി ആളാണ്, പിടിച്ചാൽ നിൽക്കുകയല്ല, പുള്ളിക്ക് നല്ല ആരോഗ്യമാണ്. അതിന്റെ പേരിൽ യൂസുഫുള്ള ടീം എന്നും ജയിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അങ്ങനെ വന്നപ്പം ഈ ഞാനും ടോമി ചേട്ടനൊക്കെ ഓരോ ഗ്രൂപ്പിലായിരുന്നു, ബ്ലൂ ഗ്രൂപ്പോ അങ്ങനെ ഏത് ഗ്രൂപ്പ് ഞാൻ ഓർത്തിപ്പില്ല ഹൗസ്. പക്ഷെ ഞങ്ങളെല്ലാം ഒരു ടീമിലായിരുന്നു. അന്ന് കൂടെ കളിക്കാനുണ്ടായിരുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു പുളിക്കലെ ബിജു ഉണ്ടായിരുന്ന സംശയമുണ്ട്, ഇല്ലിക്കല് ജിന്നി ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ പേര് അന്ന് ടീമിനകത്തുണ്ട്. ഞങ്ങൾ ആ വഴിക്ക് പോണ എല്ലാവരും കൂടെ എന്ന് കളിക്കുന്ന ഭാഗമായിരുന്നു. അപ്പൊ അന്ന് ഈ യൂസുഫിനെ തോൽപ്പിക്കുക എന്നുള്ള, അവരുടെ ടീമിനെ തോൽപ്പിക്കുക എന്നുള്ള ഏറ്റവും വലിയ ആവശ്യകതയായി മാറി ഞങ്ങളുടെ എല്ലാ ടീമിന്റെ. കാരണം യൂസുഫിന്റെ ടീം ഒരിക്കലും തോക്കാനാണ് യൂസുഫ്. അപ്പൊ ചേട്ടൻ പോലും പറയും ഇന്ന് എന്ത് കാണിച്ചാലും വേണ്ട ഇവനെ ഇന്ന് തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ടീം പകുതിയോളം സമയം ശ്രമിച്ചിട്ടും തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ യൂസുഫ് ഞങ്ങളുടെ ടീമില് വന്നിട്ട് ഞങ്ങളിൽ ഒരു ടീമിനെ ടച്ച് ചെയ്തിട്ട് പുറം തിരിഞ്ഞ് അങ്ങ് പോകും. ചേട്ടൻപുള്ളി ചാടി കാലെ പിടിച്ചു യൂസുഫിന്റെ. യൂസുഫിന്റെ അപരിക്ഷിതമായിരുന്നു ആ കാലെ പിടിക്കും യൂസുഫ് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ചേട്ടൻപുള്ളി നോക്കി നിന്നിട്ട് പിടിച്ചതിന്റെ പേരിൽ യൂസുഫ് ഇങ്ങനെ കയ്യും തല്ലി നിലത്ത് അവിടെ വീണു. വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ അവന്റെ മേത്ത് കയ്യാലും ഒക്കെ കയറി ഇരുന്നവനെ തോൽപ്പിച്ചതിന്റെ അട്ടഹാസവും ആഘോഷ പ്രകടനവും എല്ലാം നടത്തി എല്ലാവരും വലിയ ഹാപ്പിയായി. ആദ്യമായിട്ട് യൂസുഫിന്റെ ടീമിനെ യൂസുഫ് ഉൾപ്പെടെ തോൽപ്പിച്ചതിന്റെ വളരെ സന്തോഷം ചാരിയായിട്ട് എല്ലാം കൂടെ ഉല്ലസിച്ച് നിൽക്കുമ്പം യൂസുഫ് കടന്ന് കാറുക, വലിയ ഒച്ചയിൽ കടന്ന് കരച്ചില്. തിരിഞ്ഞു വന്നിട്ട് പുള്ളി പുള്ളി തിരിഞ്ഞിട്ട് നേരെ കിടന്നിട്ട് കരഞ്ഞപ്പോ ഞങ്ങൾ നോക്കിയപ്പം യൂസുഫിന്റെ കൈ ഒരു ഇസിഡ് പോണക്കിരിപ്പുണ്ട്. ഈ കൈയുടെ കുഴ ഇവിടെ ഒരു ഇസിഡ് പോണക്കിരിപ്പുണ്ട്. കൈ ഒടിഞ്ഞു പോയി. ഈ വീണ് കൈ അടിച്ച് കൈ ഒടിഞ്ഞിട്ട് രണ്ടായിട്ട് ഒടിഞ്ഞിട്ട് ഇങ്ങനെ ഇസിഡ് പോണക്കിരിക്കും. അയ്യോ, എല്ലാവരും ആ സന്തോഷത്തിന്റെ ഇടയ്ക്ക് വന്നു പെട്ട വേദന, വിഷമം, സങ്കടം, ദുഃഖം, അതിലുപരി ഇനി കിട്ടാൻ പോണ പണിഷ്മെന്റ് എന്തൊക്കെയായിരിക്കാം, സ്കൂളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന അതിനകത്ത്, വീട്ടിൽ ചെല്ലുമ്പോൾ അതിലേറെ വരുന്ന മാനസിക വിഷമം എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും സങ്കടമാണോ, ഞങ്ങളുടെ സന്തോഷം എല്ലാം ഒറ്റ നിമിഷം എതിലേക്ക് പറന്നുപോയി. ഒന്നും പറയാതിരിക്കാൻ പറ്റാ. എല്ലാവരുടെ അവസ്ഥ വളരെ ശോചനയാക്കി. ഉടനെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കൂടെ ഇല്ലിക്കല് ജിന്നി, പുള്ളിക്കാരന്റെ തലയ്ക്കകത്ത് എന്തൊക്കെയോ പെട്ടെന്നൊരു തോന്നൽ തോന്നി. പുള്ളി ആ പറമ്പിന്റെ സൈഡിൽ നിന്ന ഏതോ ഒരു ഒന്നയുടെ കമ്പ് ഓടിച്ച് പറിച്ചെടുത്തിട്ട് 2-3 ഓടിച്ചെടുത്തു. എന്നിട്ട് പുള്ളി ഈ ഒടിഞ്ഞ കയ്യേല്, വലത് കൈ ഇടത് കൈയായിരുന്നു എനിക്ക് തോന്നുന്നു ഒടിഞ്ഞത്, അതെ, കയ്യേൽ 2-3 കമ്പ് ചുറ്റും വെച്ച് കെട്ടി കണ്ട വാഴവള്ളി എല്ലാം കൂടെ പറിച്ചെടുത്ത് കയ്യേല് മൊത്തം ടൈറ്റ് ചെയ്ത് വരിഞ്ഞ് മുറുക്കി കെട്ടി. എന്തായാലും പുള്ളിക്കാരനെ ഈ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു യാതൊരു ശുശ്രൂഷ സമയത്ത് എന്തൊക്കെയാ അറിയാമെന്ന് തോന്നുന്നു, പുള്ളി പെട്ടെന്ന് ഇതെല്ലാം വെച്ച് കെട്ടി
ഞങ്ങൾ വളരെ സങ്കടത്തോടു കൂടി യൂസുഫിന്റെ പുസ്തകവും ബാഗും കോടയൊക്കെ ചുമന്ന് ഞങ്ങൾ കയറി പോവാ. ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചോണ്ടാ പോണേ. എന്തൊക്കെ വരുന്നു കൂടും ഒന്നും അറിയത്തില്ല. അങ്ങ് വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പം മിക്കവാറും ഒരു ചൂറവടി കൊണ്ട് നിപ്പുണ്ടാകും. എന്തായിരിക്കും അറിയത്തില്ല. എന്തായാലും ഞങ്ങള് ഈ ടീം തിരിഞ്ഞ് കളിക്കാൻ കൂടാത്ത രണ്ടുമൂന്ന് കക്ഷികൾ അവിടെ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു സുര, ഞങ്ങളുടെ തൊട്ടടുത്തുള്ള നെയ്ബർ സുര ഉണ്ടായിരുന്നു. കളിക്കാൻ കൂടിയില്ല, പുള്ളി പുറത്തേക്ക് വന്നു. ഈ ഇൻസിഡന്റിന് ശേഷം സുര അടിച്ചു പിടിച്ചു കയറിപ്പോയി വീട്ടിൽ ചെന്ന് പറഞ്ഞു ടെൻസിയും ടോമിയും കൂടെ യൂസുഫിന്റെ കൈ വഴക്ക് കൂടി ഒടിച്ചു. അയ്യോ കെട്ടി. ഞങ്ങളിത് അറിഞ്ഞില്ല. ഞങ്ങൾ അറിയാണ്ട് വീട്ടിൽ ചെന്നപ്പോ ചാച്ചന്റെ വഴിക്ക് നിൽക്കുകയാണ്, വലിയ വടിയൊക്കെ പുറയിൽ കെട്ടി ഇങ്ങനെ നിൽക്കുക. എന്നാ സംഭവം ഒരു ചോദ്യവും ചോദിച്ചില്ല ഞങ്ങളോട്. എന്നാ പറ്റിയത് മക്കളെ ഒന്നും ചോദിച്ചില്ല. പിടിച്ചുകൊണ്ട് നേരെ കൊണ്ടുപോയി യൂസുഫ് സഹിത പോയിരുന്നു ഞങ്ങളുടെ കുറെ. ഞങ്ങൾ എന്തിനാണ് എന്നെ കയ്യെ പിടിച്ചുകൊണ്ട് പോയി ചേട്ടമ്പള പറയാണ്ട് വീടിന്റെ മുമ്പിൽ കൊണ്ട്. അവിടെ മുഴുവൻ ഈ മുറ്റത്ത് അന്നത്തെ കാലത്ത് മുറ്റത്ത് മുഴുവൻ മണലാണ്. നമ്മുടെ പുറത്തുനിന്നിട്ടല്ല, സ്വാഭാവികമായിട്ട് മുറ്റത്തെ മണലുണ്ടാകും ഈ വരുന്നില്ല. ആ മണലിന്റെ മുട്ട നിർത്തിയിട്ട് ഈ വടിക്ക് വാനത്തിട്ട് അണ്ടണത്തിട്ട് മാറി മാറി തന്നിട്ട് പറഞ്ഞു ഞാന് യൂസുഫിനെ അവന്റെ വീട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റോടെ വീണ്ടും നടന്നു പോകും. അപ്പൊ യൂസുഫിന് ബുക്കും പുസ്തകം എടുക്കാൻ പറ്റത്തില്ല, കൈ ഒടിഞ്ഞിരിക്കുമല്ലേ, പിടിച്ചോണ്ടല്ലേ പോണെ കെട്ടിവെച്ച്. അപ്പൊ യൂസുഫിന്റെ കൊടയും ബുക്കും ഇതെല്ലാം ചാച്ചൻ എടുത്ത് പിടിച്ചു. എന്നിട്ട് യൂസുഫിനെയും കൂട്ടിക്കൊണ്ട് യൂസുഫിന്റെ വീട്ടിലേക്ക് ചാച്ചൻ പോവാ. അപ്പൊ പറഞ്ഞു ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നതിന് ഇവിടെ മുട്ട തിന്നണമെന്നാണ് തോന്നുന്നത്. അറിയത്തില്ല, ഓർമ്മയില്ല എങ്ങനെ സംഭവിച്ചത്. പിന്നെ യൂസുഫിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അവര് ചെന്ന് കഴിഞ്ഞപ്പം പറഞ്ഞു പിള്ളേര് ഇങ്ങനെ പോകുന്ന വഴിക്ക് കളിച്ചതാ, കൈ ഒടിഞ്ഞു എന്ന് യൂസുഫും പറഞ്ഞു, അച്ഛനും പറഞ്ഞു. പക്ഷെ അവരുടെ അപ്പനും അമ്മയ്ക്കും അത് ഈ കൈ ഒടിഞ്ഞ വിഷമം കൊണ്ട് വളരെയേറെ എന്റെ മക്കളുടെ കൈ തന്നെ ഒടിച്ചോന്നെ ശരിയാകാല അങ്ങനെ അങ്ങോട്ട് അവർ ഒത്തിരിയേറെ ഒക്കെ പറഞ്ഞു. അത് ഞാൻ അച്ഛനും യൂസുഫും പറഞ്ഞു ഞങ്ങൾ വഴക്കൊന്നും കൂടിയല്ല, ഞങ്ങൾ കളിച്ചപ്പം വീണ് ഒടിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ചാച്ചൻ തിരിച്ചു പോകും. വീട്ടിൽ വന്നപ്പോൾ അടുത്ത വഴക്ക് വീണ്ടും ഞങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടി. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ ചെല്ലുമ്പം ഈ വീട്ടിൽ വന്ന് കംപ്ലൈന്റ് പറഞ്ഞ അതേ സുര പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ ചെന്ന് പറഞ്ഞു ടെൻസിയും നോമിയും കൂടെ ഇന്നലെ യൂസുഫിനെ പോയ വഴിക്ക് വഴക്കുണ്ടാക്കി അവന്റെ കൈ ഒടിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്കൂളിൽ ചെന്നപ്പോൾ ഞങ്ങളെ പിടിച്ചിട്ട് അന്ന് സ്കൂളിന്റെ ക്വസ്റ്റ്യനൊക്കെ ആദ്യം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ക്വസ്റ്റ്യൻ നടത്തി, കൈ ഒടിഞ്ഞ സംഭവം പറഞ്ഞു. ബാക്കിയുള്ള ആൾക്കാരെ വിളിച്ചു അന്വേഷിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കളിച്ചതാണ്, കൈ ഒടിഞ്ഞ് ഞങ്ങളാരും വഴക്കൂടിയൊന്നുമല്ല. പക്ഷെ അതൊന്നും സ്വീകാര്യമായിരുന്നില്ല സ്കൂളിലെ അവർക്ക്. അന്നൊരു ജോസഫ് സാറുണ്ട്, കൊമ്പൻ മീശ സാറ്. പുള്ളിയാണ് അന്നത്തെ സാറാണെങ്കിൽ പോലും പുള്ളിയാണ് അന്നത്തെ അസംബ്ലിയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും തീരുമാനം അറിയിക്കുന്നതും പറയുന്നതൊക്കെ പുള്ളി ആശാണ്. കൊമ്പൻ മീശാന്ന ഞങ്ങളൊന്ന് വിളിച്ചോട്ടില്ല. പക്ഷെ നല്ലൊരു അധ്യാപകനായിരുന്നു കേട്ടോ. എങ്ങനെയായാലും പുള്ളിക്കാരനെ ഞങ്ങളെ പിടിച്ച് അന്ന് അസംബ്ലിയുടെ മുകളിൽ കയറ്റി നിർത്തി. സ്റ്റേജല്ല, സ്കൂളിന്റെ വരാന്തയാണ് എല്ലാവരും നിൽക്കുന്നത്. പ്ലാറ്റ്ഫോമിൽ നിൽക്കും, പിള്ളേർ താഴെ എല്ലാവരും ഗ്രൗണ്ടിൽ നിൽക്കും. ഞങ്ങളെ വിളിച്ച് മുകളിൽ കയറ്റി നിർത്തി, എന്നെ ചേട്ടൻ പുള്ളിയെ വിളിച്ച് മുകളിൽ കയറ്റി നിർത്തി ഞങ്ങൾക്കുള്ള പണിഷ്മെന്റിനെ പറ്റി ആലോചനകള്. ഇവര് അവരുടെ കൈ ഒടിച്ചു എന്നുള്ളതായി. പിന്നെ എല്ലാവരുടെയും പിള്ളേരുടെ മുമ്പ് ഞങ്ങൾ വലിയ തെറ്റുകാരായി. പിന്നെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞു നാളെ അവര് പറയാണ് അടുത്ത ദിവസങ്ങളിൽ ഇവർക്ക് ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് എല്ലാ കുട്ടികൾക്കും മുമ്പിൽ വെച്ച് പറഞ്ഞു. കാരണം എല്ലാവർക്കും കൂടെ ഒരു മാതൃകയായിട്ട് ശിക്ഷ കൊടുക്കുകയാണ് ഇങ്ങനെയൊന്നും പറയുന്നത്. ഞങ്ങൾ പിറ്റേ ദിവസം എന്ത് ചെയ്യും, ഇനിയിപ്പോ അടിയും അസംബ്ലിയിൽ വെച്ച് അടി കിട്ടും പിള്ളേരുടെ കഴിഞ്ഞിട്ട് ഞാനും ചേട്ടൻപള്ളിയും കൂടെ യൂസുഫിന്റെ വീട്ടിൽ പിറ്റേ ദിവസം ചാച്ചൻ കാണാണ്ട് വിട്ടുപോയി. സ്കൂൾ വിട്ട് വിട്ടുപോയി. അവിടെ ചെന്ന് യൂസുഫിനോട് പറഞ്ഞു, യൂസുഫ് ഒരു കാര്യം ചെയ്യാം, എനിക്ക് യൂസുഫിന്റെ കൈ ഇടത്തേക്ക് ഒടിഞ്ഞെന്ന് തോന്നുന്നു. അതിന്റെ പേരിൽ പുള്ളി എൻ്റെ ഒരു പേപ്പറിൽ ബുക്കിന്റെ പേപ്പർ വലിച്ചു കയറിയിട്ട് അതിൽ എഴുതി തന്നു ഞങ്ങൾ കളിച്ചതാണ്, അതുകൊണ്ട് പേരിൽ യാതൊരു വിധത്തിലുള്ള പരാതികളും എനിക്കില്ല, ഞങ്ങൾ കളിച്ച് വീണതാണ് എന്ന് യൂസുഫ് എഴുതി തന്ന് ഞങ്ങൾ പിറ്റേ ദിവസം സ്കൂളിൽ കൊടുത്ത് വീണ്ടും സ്കൂളിന്റെ അസംബ്ലി കയറ്റി നിർത്തി. എന്തായാലും അന്ന് ആ എഴുത്തുണ്ടായിരുന്നതിന്റെ പേരിൽ ഞങ്ങൾക്കുള്ള മുകളിലുള്ള ശിക്ഷാ നടപടികൾ എല്ലാം ഒഴിവായതായിട്ടുള്ള ഒരു സംഭവം. അത് എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നെ, അത് ഇപ്പോഴും വളരെയേറെ ഓർക്കുമ്പം വേദന തോന്നുന്ന അവസ്ഥ. യൂസുഫിനെ അത് കഴിഞ്ഞ് പലപ്പോഴും നാട്ടിൽ ചെന്നപ്പോൾ കണ്ടിട്ടുണ്ട്. യൂസുഫ് അത് കഴിഞ്ഞ് അടിമാലിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ ഒരു ദിവസം കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സംഭവം, അങ്ങനെ ഒത്തിരി സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും അല്ല, ഇഷ്ടമായി ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ കൂട്ടുകാരാണ് ഈ ഇല്ലിക്കല് ജിനി, പുളിക്കല് ബിജു, എനിക്കവനെ ഷാജി, NS ശിഷ്യൻ എന്ന് വിളിക്കപ്പെടുന്ന ആളൊക്കെ
അന്ന് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഈ ജിന്നി ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, യൂസുഫ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ കക്ഷികൾ മോളിൽ കളിക്കാൻ വീണ് ഉണ്ടായ ഒരു കളികളുടെ രസവും ഉണ്ടായിരുന്നു. അതോടൊപ്പം ഭയമായി വളരെയധികം വിഷമം അനുഭവിച്ച ദിവസങ്ങളാണ്. പക്ഷെ യൂസുഫിനെ വീഴ്ത്താൻ പറ്റിയ, കളികൾ ജയിക്കാൻ പറ്റിയ ഏറ്റവും കൂടുതൽ സന്തോഷവും അതോടൊപ്പം സങ്കടവും ഉണ്ടാവും ഒന്നിച്ചു വന്ന ഒരു ദിവസം പോയി. അത് വളരെ ഒരു സംഭവമായി പോയിട്ടോ. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഒരു പുള്ളിയിലായിരുന്നു ഈ പറഞ്ഞു കൊടുത്തത്, ഈ കൈ ഇതൊക്കെ തല്ലി പൊട്ടിച്ചത്. ആ പുള്ളിനെ നിങ്ങളൊക്കെ ഒന്നും പറഞ്ഞില്ലേ, ചെയ്തില്ലേ? ഇല്ല, പുള്ളിക്കാരന് പ്രത്യേക ഒരു നേച്ചറായിരുന്നു അന്നും. കാരണം ഈ ഞങ്ങളുടെ കമ്പനികളിലൊന്നും പുള്ളി കൂടത്തില്ലായിരുന്നു. പുള്ളി ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റഡ് പോണ് കമ്പനികളിൽ കൂടത്തില്ലായിരുന്നു പുള്ളി. പുള്ളിയോട് പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ പുള്ളി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞ അടുത്ത കംപ്ലൈന്റ് വേറെ വന്നാൽ പിന്നെ അതിനെ കൂടെ മാച്ച് കിട്ടണം. അത് ഉണ്ടായിരുന്നു ഏറ്റവും നല്ലത്. അടിയുടെ പൂരായിരിക്കും പിന്നെ അല്ലെ, പിന്നെ അതിന്റെ പൂരായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള പറയാൻ പോകാനായിരുന്നു. അങ്ങനെ അതും ഇല്ലാത്ത സംഭവം. ചെറുപ്പകാലത്ത് തന്നെ കുറെ അടി കിട്ടിയിട്ടുണ്ട്, വേറെ ആൾക്കാരുടെ കുറ്റമായിട്ടും സ്വന്തമായിട്ടും കുറെ അടി മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇഷ്ടംപോലെ അടി മേടിച്ചിട്ടുണ്ട്. സ്കൂളിൽ നിന്നുള്ള കിട്ടാറുണ്ട്. അത് ആവശ്യത്തിനും കിട്ടും, അനാവശ്യത്തിനും കിട്ടും. അതാണ് ഇതൊക്കെ അനാവശ്യത്തിനും കിട്ടുന്ന. ഇത് പാരമ്പര്യമാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും കുറെ അടി കിട്ടിയിട്ടുണ്ട് അപ്പന്റെ കയ്യിലും അടിച്ചത്. ഞാനിപ്പോ എനിക്ക് വിഷമത്തോടെ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. നിന്നെ ഒരു ദിവസം നമ്മള് മൈറോളിൽ വീട്ടിൽ താമസിച്ചു. നിനക്കെന്നാ ഏതാണ്ട് എനിക്ക് അതിന് 2 വയസ്സോ 3 വയസ്സെങ്ങാണ്ടൊക്കെ ഉള്ളൂ. 3 വയസ്സുള്ളതെന്നുള്ളൂ. നിനക്ക് കളിക്കണം എന്നുള്ള ഭയങ്കര ഇൻട്രസ്റ്റ്, കളി. പക്ഷെ ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട. 3 അല്ലെങ്കിൽ നീ പഠിച്ചോണ്ട സമയത്താണ്, KG കണ്ട് പഠിക്കുന്ന സമയമാണ്. ആ സമയത്താണ് താഴെ പോയി നമ്മുടെ ബേസ്മെന്റിന് അവിടെ പോയി കളിക്കണം. നിനക്ക് എപ്പോഴും കളിയാണ് നിന്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ്. സൈക്കിൾ ചവിട്ട് അല്ലെങ്കിൽ മെഹ്റോളി വെച്ച്. അപ്പൊ എനിക്ക് 5, നിനക്ക് ഏകദേശം 5, 6 ഭക്ഷണം കഴിക്കാല്ല. ഒരു കാരണവശാലും ഭക്ഷണം വേണ്ട. അപ്പം ഞാനും മോളിയും കൂടെ ഇങ്ങനെ പലപ്പോഴും പറയും, ഇവന് ഭക്ഷണം കഴിച്ചാൽ ഈ കൊച്ചിന്റെ ആരോഗ്യസ്ഥിതി എന്തായിരിക്കും. അന്നും ഇങ്ങനെ വളരെ സ്കെലിറ്റൽ ആളാണ്. ആള് ഹൈറ്റ് ഉണ്ടായിരുന്നു, ഹെൽത്തി ഉണ്ട്, പക്ഷെ ഭക്ഷണം കഴിക്കില്ല. അതിന് വേണ്ടിയിട്ട് നിന്നെ മരുന്ന് കുത്തിരി മേടിക്കാൻ ഡോക്ടേഴ്സ് വരും. കുഴപ്പമൊന്നുമില്ല, ആള് ഹെൽത്തിയാണ്, മെല്ലിച്ചിരിക്കുന്നതേ ഉള്ളൂ. ആള് പ്രായമാകുമ്പോൾ ചെറിയ പുള്ളി ഭക്ഷണം കഴിച്ച് സ്ട്രോങ് ആയിക്കോളും എന്ന് പറഞ്ഞു. പക്ഷെ ഭക്ഷണം ഒട്ടും വേണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ചയാന്ന് തോന്നുന്നു, ഞങ്ങൾക്ക് 2 പേർക്ക് അവധിയുള്ള ദിവസം, നീ എത്ര സമയം ഭക്ഷണം കഴിക്കാതെ ഇരിക്കും, കമ്പൽ ചെയ്തില്ലെങ്കിൽ കഴിക്കാതിരിക്കും എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ 2 പേരും ഒന്നും മിണ്ടിയില്ല. മോനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞു, എനിക്കിപ്പോൾ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. നീ കളിക്കാൻ ഇറങ്ങിപ്പോയി. താഴെ പോയി പിള്ളേരുടെ കൂടെ എല്ലാം കളിയായിരുന്നു. നീ ഇടയ്ക്കിടയ്ക്ക് കയറി വരും, കുറച്ച് വെള്ളം കുടിക്കും, ചാടി ഇറങ്ങി കൂടും. കഴിക്കാല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, പാലൊന്നും കുടിച്ചില്ല. ലഞ്ച് കഴിച്ചില്ല. നീ വീണ്ടും കളിക്കാൻ ഓടി, വെള്ളം കുടിക്കാൻ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അന്നേരം ഒന്നും വഴക്ക് പറഞ്ഞില്ല. കാരണം നീ എത്ര ടൈമും ഇത് പോകും, നിന്റെ എവിടെയെങ്കിലും തളർന്നു കുത്തി വീഴുമ്പോ നീ കയറി വരും, ഒന്ന് വഴക്ക് പറയണ്ട, മാസ്റ്റർ പിടിക്കണ്ട, അടിക്കാനും കഴിയാല എന്നൊക്കെ ഓർത്തുകൊണ്ട് അങ്ങനെ ഇരുന്നു. ഉച്ചയ്ക്കും കഴിച്ചില്ല. 2 മണി കഴിഞ്ഞു. വീണ്ടും നീ വെള്ളം വന്ന് കുടിക്കും, ഇറങ്ങിപ്പോവും, വെള്ളം കുടിക്കും, ഇറങ്ങിപ്പോവും, വെള്ളം കുടിക്കും, ഇറങ്ങിപ്പോവും. ഇങ്ങനെയാണ്. ഒരു 4 മണിയോട് കൂടി നീ വീണ്ടും കയറി വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ മോനെ, നീ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല, നീ ഭക്ഷണം കഴിച്ചിട്ട് തളർന്ന് വീഴി പോകാൻ. എനിക്കിപ്പോ ഒന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇറങ്ങി ഓടിപ്പോകാൻ പറയുമ്പോ കയ്യെ പിടിച്ചു. പോകാൻ പറ്റില്ല, നീ ഒന്നെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. എനിക്ക് വേണ്ട. എടാ മോനെ, നീ ഭക്ഷണം കഴിച്ചിട്ട് കളിക്കാൻ പൊക്കോ. എനിക്ക് വേണ്ട. വീണ്ടും പറഞ്ഞു, എനിക്ക് വേണ്ട. അധികം നിന്റെ സൗണ്ട് മാറി തുടങ്ങി. എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ചാടാനൊക്കെ തുടങ്ങി. ഞാൻ കയ്യെ പിടിച്ചിട്ടുണ്ട്, പക്ഷെ നീ കയ്യെ കണ്ട ചാടാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ പോയ ശരിക്കും പെട്ടെന്ന് വിഷമമായി. കാരണം രാവിലെ തൊട്ട് ഒരു കൊച്ചു 4 മണി വരെ ഒരു വിധത്തിലുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉള്ളി വെള്ളം മാത്രം. അത് ഒരപ്പനെ സംബന്ധിച്ചോളം അത് പെട്ടെന്ന് അങ്ങ് വിഷമായി. ഇത്ര ടൈം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നതിന്റെ ഉള്ള വിഷമം. കാരണം വല്ലയിടത്തും തലയിറങ്ങി വീഴാൻ, പല വിധത്തിലുള്ള അസുഖത്തിന്റെ കാരണമായി മാറാൻ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ആ 1-2 പേരേക്ക് പറഞ്ഞ് കേട്ടില്ല. വീണ്ടും പറഞ്ഞപ്പോഴത്തേക്കും ദേഷ്യമായി. ആ ദേഷ്യം ഭയങ്കരമായിട്ട് വളരെ അഗ്രസീവായി പോയി ഞാൻ. അപ്പം അന്ന് നിങ്ങളെ വഴക്ക് പറയാനൊക്കെ ആയിട്ട് ചൂരൽ വടി നമ്മൾ നാട്ടിൽ വരുമ്പോൾ തിരിച്ചു മേടിച്ചോണ്ട് പോകാറ്. ചൂരവടി, ചെറിയ ചൂരവടി. അടിച്ചില്ലേലും നിങ്ങളെ കാണിച്ച് പേടിപ്പിക്കുന്ന ഭാവം അതൊക്കെയായിരുന്നു. അപ്പൊ ഈ വടി എടുത്തിട്ട്
ദേഷ്യം വന്ന് അടിച്ചേ പറ്റുമോ എന്നൊരവസ്ഥ വന്നു. അപ്പൊ ഞാൻ ഓർത്തു, നിന്റെ കയ്യെ ഇങ്ങനെ പിടിച്ചിട്ട് നിന്റെ കാലിനിട്ട് ഇങ്ങനെ അടിക്കുക ഉദ്ദേശം. ഇങ്ങനെ വടി കയ്യെ നിന്റെ പിടിച്ചിട്ടുണ്ട്, നീ ഇങ്ങനെ കയ്യെ പിടിച്ച് തൂങ്ങി നിൽപ്പട്ട് അടിക്കരുത് അടിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്, കാറുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷെ എന്റെ ദേഷ്യം ഒക്കെ ഞാൻ അന്നേരം പറയുന്നുണ്ട്, ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കുവാണെങ്കിൽ നിന്നെ വിട്ടേക്കാൻ അടിക്കാം. എനിക്ക് വേണ്ട, ഭക്ഷണം കഴിക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ട് നിനക്കട്ട കാലിനിട്ട് ഇങ്ങനെ അടിച്ചതാണ്. ഒറ്റ അടി അടിക്കുകയും ഞാൻ അടിക്കുന്ന അതേ സമയത്ത് നിലത്ത് കുത്തി ഇരുന്നു. പെട്ടെന്ന് ഇരിപ്പം പെട്ടെന്ന് അങ്ങനെ ഇരുന്നപ്പം നിനക്കട്ട അടി കൊണ്ട് നിന്റെ പുറത്ത് ഈ ബാക്ക് സൈഡിൽ അടി കെട്ടിയത്. അത് പെട്ടെന്ന് നീ ഇരുന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ കാലിലുള്ള അടിയാണ്, നീ ഇരുന്നപ്പം പുറത്തെ അടി. ആ അടിക്ക് ചിലപ്പോ ചൂരപടിയല്ല, നീ പുറമായപ്പം പെട്ടെന്ന് അതങ്ങ് തടിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് സ്വെല്ലിങ് വന്നു. കൈ അടിയുടെ ഒരു വിരല് കണക്കുണ്ട്, വിരലിന്റെ ഇതേ രീതിയിൽ അവിടെ അങ്ങ് പെട്ടെന്ന് തടിച്ചു പോയി. പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞപ്പോ എനിക്കും ഭയങ്കര വിഷമം തോന്നി. ഞാൻ പിന്നെ രണ്ടാമത് അടിച്ചൊന്നുമില്ല, നിന്നെ വിട്ടു ഞാൻ പോയി. അമ്മ എടുത്തോണ്ട് പോയി അകത്ത് മുറി കൊണ്ട് കയറ്റി അവനെ കരച്ചില്ലാത്ത കരച്ചില്ല. അന്ന് എനിക്ക് പറഞ്ഞ ജയ അപ്പാർട്ട്മെന്റ് താമസിക്കും, അവിടെ മുഴുവൻ കേൾക്കാവുന്ന രീതിയിലുള്ള കാർച്ചയായിരുന്നു. അടിയും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോ അപ്പൊ എന്നിട്ട് അമ്മ കേട്ടോ തിരുമൊക്കെ ചെയ്തു. ഒരു അരമണിക്കൂർ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആ പുറം അടി കെട്ടിയോളം വളരെയേറെ ഇങ്ങനെ തടിച്ചിട്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി, വിഷമം തോന്നി. അത് അത്രയും വേണ്ടായിരുന്നു, പക്ഷെ അത് അങ്ങനെ ആയിപ്പോയി. പിന്നെ എനിക്ക് അത് ഇപ്പൊ തന്നെ പുറത്ത് ആ പാടിപ്പോഴും ഉണ്ടാകുന്ന സംശയം. കാരണം ആ അത് പട്ടി അടിച്ചില്ല, പക്ഷെ അതിങ്ങനെ അങ്ങനെ തടിച്ചു കിടന്നു ആ പാടിങ്ങനെ അടിച്ചതിന്റെ. അതൊരു വല്ലാത്തൊരു ഇൻസിഡന്റ് ആയിട്ട് എനിക്ക് ഇപ്പോഴും ഒരു വേദനയോടെ ഓർക്കുന്ന അവസ്ഥയാണ്. കാരണം അത് സ്നേഹം കൊണ്ടായിരുന്നു, പക്ഷെ അടിച്ചിട്ട് നീ കഴിക്കാനാകുന്നില്ലെങ്കിൽ അങ്ങനെ തോന്നി അടിച്ച. പക്ഷെ അടികൊണ്ട് പ്രയോജനം ഉണ്ടായില്ല, അതെനിക്ക് കൂടുതൽ വൈക്ലമ്യം ഉണ്ടാക്കി. അങ്ങനെ ഒരു സംഭവം ഇടയ്ക്ക് അടിയുടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പെരുന്നാൾ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്കിട്ടും കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് പാരമ്പര്യമായിട്ടാണെന്ന് ബോധ്യായി. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിനെന്താ ടീക്കേ. പപ്പയുടെ ലൈഫില് പപ്പയ്ക്ക് ഇത് സിമ്പിളാണ്, ടീക്കേ, ഒത്തിരി സിമ്പിളാണ്. പപ്പയുടെ ലൈഫിൽ പപ്പയ്ക്ക് ഒരു ദിവസം പുറകോട്ട് പോയിട്ട്, പപ്പയുടെ പാസ്റ്റിലോട്ട് പോയിട്ട് ഒരു ദിവസം പപ്പയ്ക്ക് പിന്നെയും ജീവിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ. ദാറ്റ് മീൻസ് ടു റീലിവ് യുവർ ലൈഫ്. ഏതെങ്കിലും ഒരു ദിവസം പപ്പയ്ക്ക് ഓപ്പർച്യൂണിറ്റി തന്നെ പാസ്റ്റിൽ പോയിട്ട്, എനിക്ക് ഈ സമയം ഒന്ന് ജീവിച്ചാൽ കൊള്ളാം, ഇപ്പം ഇങ്ങോട്ട് പോയിട്ട് ഒരു പ്രാവശ്യം കൂടെ സെയിം ആയിട്ട് എനിക്കൊന്ന് ജീവിച്ചാൽ കൊള്ളാം, അതേതായിരിക്കും? കഴിഞ്ഞാൽ അത് പറയാം. അതായത് 2014 ഞാൻ ഇവിടെ ജോലി ചെയ്ത സമയത്താണ് നമ്മുടെ ചാച്ചന് ഒരു ഹാർട്ട് പ്രശ്നം, പല മൾട്ടിപ്പിൾ പ്രോബ്ലമായിട്ട് ചാച്ചൻ പാരലൈസ്ഡ് ആയി പോവുകയും ഹോസ്പിറ്റലൈസ്ഡ് ആയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പം ഇവിടുന്ന് ആ സംഭവത്തിന് തൊട്ട് മുമ്പ് 1 month മുമ്പാണ് ഞാനും നീയും ഡോണയും കൂടെ നമ്മൾ 3 പേരും കൂടെ നാട്ടിൽ അവധിക്ക് പോയത്. ചാച്ചന് ഈ അസുഖത്തിന് മുമ്പാണ്, 1 month ബിഫോർ നാട്ടിൽ അവധിക്ക്. എനിക്കാണ് ഒത്തിരി നാളായിട്ട് വർഷങ്ങളായിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ 24ാമത്തെ വയസ്സിൽ നാട്ടിൽ നിന്ന് ഡൽഹിക്ക് പോകുന്നതാണ്. അപ്പൊ ഈ 24 വയസ്സിന് ശേഷം ഈ 2014 വരെ ഉള്ള ടൈമില്, അപ്പൊ എത്ര വർഷമുണ്ട്? 2014 1994 തൊട്ട് 20 വർഷം ആയിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ചാച്ചന്റെ അമ്മച്ചനും കൂടെ കുറെ കാലം കൂടെ താമസിക്കണം എന്നുള്ള ആഗ്രഹം. പക്ഷെ ജോലിക്കാട്ടിങ്ങ് പോകുന്നു, ഈ അവധികൾക്ക് 15 ദിവസം 10 ദിവസം പോയി അല്ലെങ്കിൽ എന്നിട്ട് തിരിഞ്ഞു പോയി തിരിച്ചു പോരുമ്പം അവരുടെ ഒപ്പം ഒരു നല്ല മൊമെന്റ് സ്പെൻഡ് ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ പറ്റുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച് എന്ത് ഒരു ഹാപ്പിയായിട്ട് അവരുടെ കൂടെ നിൽക്കണമെന്നുള്ള ആഗ്രഹത്തോട് പോകുന്നുണ്ടെങ്കിൽ, പക്ഷെ അതിന് പലപ്പോഴും നമ്മൾ ചെന്ന് കഴിയുമ്പോൾ വേറെ പല ആവശ്യങ്ങൾക്കായിട്ട് പല വഴിക്കൂടെയും പോയി ഇതിലേയും പോയി ടൈം തീർന്നു. സ്പെൻഡിങ് ടൈം മൊമെന്റ് പേരൻസ് വിത്ത് എന്നുള്ള ഒരു 20 വർഷമായിട്ട് വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ പോകണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്താണ് ഞാനൊരു 30 days അവധി എടുത്ത്, നിങ്ങളുടെ സ്കൂൾ വെക്കേഷൻ ആയിരുന്നു, നിങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ കൂടെ പോകുന്നു. മമ്മിക്ക് അന്ന് ലീവ് കിട്ടാത്തതുകൊണ്ട് മമ്മിക്ക് ഓടാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമ്മൾ 3 പേരും കൂടെ പോയി നാട്ടിൽ പോയി ഒരു 1 month. അതൊരു മെമ്മറബിൾ ടൈമായിരുന്നു എൻ്റെ ലൈഫിൽ ഇതേവരെ ഉണ്ടായിട്ടുള്ള ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയാം. അങ്ങനെ ചാച്ചനും അമ്മച്ചിയും
അന്ന് നമ്മൾ അടിമാലിയാണ് താമസിക്കുന്നത്. പനംകുട്ടി എന്ന വിട്ട് അടിമാലിക്ക് മണ്ണാകാല താമസ സമയമാണ്. ഉം. അപ്പൊ അന്ന് വളരെ അത് ആ ഒരു വീടെന്ന് പറയുമ്പോൾ വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ്. അവിടെ പെട്ടെന്ന് നമുക്ക് അടിമാലിക്ക് പോകാം, തിരിച്ചു കയറി വരാം. കറണ്ട് ഉണ്ട്. പനംകുട്ടിലാകുമ്പം വെള്ളം ഇതില്ല, സൗകര്യങ്ങളുള്ള അത്ര വലിയ ഉള്ള വീടല്ല, കറണ്ട് ഇല്ല, ചെറിയ ചെറിയ മുറികൾ, അങ്ങനെ ഉള്ള ഒരു ചാണകം മെഴുകിയ വീട്, പെര, അടുക്കള പോകഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ അടിമാലിക്ക് വന്നപ്പോൾ നല്ല വീട്, ടൈലൊക്കെ ഇട്ട് വീട് കണ്ടപ്പോൾ അച്ഛനമ്മച്ചിക്ക് സന്തോഷം. വാർക്ക വീട്, അടുക്കളയേറെ നല്ല ഭംഗിയുള്ള അടുക്കള, ഇങ്ങനെ വന്ന അങ്ങനെ ആ ഒരു അന്തരീക്ഷത്തിൽ അന്ന് വൈകുന്നേരം നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ സിറ്റ് ഔട്ടിൽ നമ്മൾ നാലും കൂടെ ഇരുന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ മിന്നാമിനിങ് വരുന്നതിനെ കുപ്പിക്കകത്ത് പിടിച്ചിട്ട് നടക്കുന്ന ഭാഗങ്ങള്, ചാച്ചനമ്മയ്ക്ക് അത് കാണുന്നു. അവിടെ കുറേയേറെ കഥകളൊക്കെ ചാച്ചൻ അവിടെ നിന്ന് പറയുന്നു. അന്ന് ചാച്ചന വരുന്നതുകൊണ്ട് അവർ സ്കൂളിൽ പഠിച്ച കാലഘട്ടത്തോടായിരുന്ന പാട്ടുകൾ പാടി, അതൊക്കെ ഇപ്പോഴും എന്റെ ലാപ്ടോപ്പിൽ അത് ഓർമ്മയുണ്ട്. കാണുന്ന കാലം പാട്ട് പാടുന്നത്, പിന്നെ വേറെ കുറെ പാട്ട് പാടുന്നത്, അതൊക്കെ ഒരു മെമ്മറബിൾ, ഒരു വളരെയേറെ അത് ഒരിക്കലും ഇനി ആ ടൈം തിരിച്ചു കിട്ടത്തില്ല. പക്ഷെ എന്നാലും ഒന്നും കൂടി ആ ടൈം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോഴും പലപ്പോഴും ചിന്തിക്കുന്ന കാലഘട്ടം. ആ പാട്ട് ഞാൻ എപ്പോഴും ലാപ്ടോപ്പിൽ കിടപ്പുണ്ട്, അച്ഛൻ അന്ന് പാടിയ പാട്ടുകൾ. കാത് കേൾക്കാത്തവര്. അത് തന്നെ, അത് നല്ല ഒരു ഈണത്തിൽ പാടി കേൾപ്പിക്കുന്ന ഭാവം അവിടെ ഇരിക്കുന്നു, മിന്നാമനുകൾ പിടിക്കുന്നു. പിന്നെ നിങ്ങൾ വ്യത്യാസം ആ ഫ്രണ്ടിലുള്ള വയലിൽ കൂടെ മഴ പെയ്തപ്പം പൂത്ത കയറി വന്ന് കുഞ്ഞു കുഞ്ഞു മീനുകളെല്ലാം പിടിച്ച് നിങ്ങൾ കുപ്പിക്കകത്തിട്ട് ആ കുപ്പിയോട് സഹിതം നിങ്ങൾ ഡൽഹിക്ക് കൊണ്ടുവരുന്നു. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നല്ലൊരു ഇൻസിഡന്റ് ആയിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ ബൈക്കിന് നമ്മുടെ നെടുമ്പാശ്ശേരി ഷാജിയുടെ പുട്ടെന്ന് നമ്മൾ വിളിക്കും, പുട്ടിന്റെ ബൈക്കിന് ചെമ്പന്റെ വീട്ടിൽ പോയി, ബിജുമോൻ PF പുലിക്കൽ ബിജുവിന്റെ വീട്ടിൽ പോയി ആ കുന്നുമലയെ കയറി ഇറങ്ങി പകുതി വഴിക്കൂടെ പോയിട്ട് വടിക്ക് കയറാതെ ഇറക്കി വെച്ച് നിങ്ങളെ കൊണ്ട് അവിടെ പോയി നിങ്ങൾ അവിടെ ചെയ്യുന്ന ആടിനെ മോയലിനെ ഒക്കെ പിടിക്കുന്ന ഭാഗങ്ങള്, അതൊക്കെ ഒരു മെമ്മറബിൾ ലൈഫ്. ഇനി ആ ലൈഫിക്ക് തിരിച്ചു പോകാൻ പറ്റത്തുമില്ല, ഇനി അത് കിട്ടാനും പോകുന്നില്ല. പക്ഷെ അത് വളരെ നിങ്ങൾക്കും മെമ്മറി ആയിരുന്നു എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് സംബന്ധിച്ചിടത്തോളം അത് വളരെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തോടൊക്കെ പോവുക. പിന്നെ നിങ്ങളെ കൊണ്ട് മൂന്നാർ പോയി ആ ടൈമില് ബൈക്കിന് കുറെ ഫോട്ടോ ഒക്കെ എടുത്ത്, ഹില്ലിയുടെ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത്, ആടിന്റെയും മൊയലിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് വളരെ ഒരു ടൈമാണ്, മൊമെന്റ് ആയിരുന്നു. ഒരു അതിനി തിരിച്ചു കിട്ടുമോ ആ സംഭവം എന്ന് പറഞ്ഞാല്. പിന്നെ തിരിച്ചു വരുന്നു, വീണ്ടും വീട്ടിൽ നമ്മൾ ഒത്തിരി നേരം ഗ്യാങ് കൂടുന്നു. നിങ്ങളെ കൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടി നമ്മുടെ പവർ ഹൗസിന് അവിടെ പോകുന്നു. നിങ്ങൾ പവർ ഹൗസിന് അവിടെ ഫോട്ടോ എടുക്കുന്നു. മീൻ പിടിക്കാൻ പോയ സമയമുണ്ട്. അതൊരു വല്ലാത്തൊരു ടൈമാണ്. കാരണം ഒരു വളരെ എൻജോയബിൾ ആയിട്ട് തോന്നിയ ഒരു പറയാതിരിക്കാൻ പറ്റില്ലാത്ത വല്ലാത്തൊരു നല്ലൊരു മൊമെന്റ്സ് ആയിരുന്നു എല്ലാവരും കൂടെ ആയിട്ടില്ല. അത് ഉറപ്പായിട്ട് കൃത്യമായിട്ട് ഇപ്പോഴും എനിക്ക് ഇപ്പോഴും എനിക്ക് നന്നായിട്ട് ഇപ്പൊ ഓർമ്മയുണ്ട് ആ സംഭവം ഒക്കെ. അപ്പൊ ബൈക്ക് ആരുടെ ബൈക്കായിരുന്നത്? അത് പുട്ടിന്റെ ബൈക്ക്. ആ ബൈക്കൊക്കെ എടുത്തോണ്ട് വന്നിട്ട് അപ്പൊ അടിമാലിയിൽ നിന്ന് നമ്മള് ആദ്യം കല്ലാരോട്ടി ഡാമിന്റെ അവിടുന്ന് വഴി പോയിട്ട് പുട്ടിന്റെ നമ്മുടെ ബിജുമോൻ PF വീട്ടിൽ പോയി അവിടെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ നമ്മള് കൊറേ പോയി. പിന്നെ നമ്മള് മൂന്നാർ പോയി, അവിടെ പച്ച ആപ്പിൾ കഴിക്കണ ഫോട്ടോ ഒക്കെ എടുത്തത് അത് അടിപൊളിയാണ്. അതൊരു മെമ്മറിയാ ഡെഫിനറ്റ് ആയിട്ട്. പിന്നെ നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആയിട്ട് ടീക്കെ, ഇനി ആ പേര് ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. പിന്നെ നമ്മളുടെ പപ്പ ടെൻസി തോമസ് ഒരു വലിയ ഡ്രീമർ എന്ന് പറഞ്ഞ സ്വപ്നങ്ങൾ കാണുക. നമ്മൾ അബ്ദുൽ കലാം പോലെ അല്ലേ, ഉറങ്ങുമ്പം നന്നായിട്ട് സ്വപ്നങ്ങൾ കാണുന്ന ഒരു വിചിത്രമായ സ്വപ്നങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണ്. പപ്പയുടെ ഏറ്റവും വിവിഡായ ഒരു ഡ്രീം, അല്ലെങ്കിൽ രണ്ട് ഡ്രീംസ്, പപ്പയുടെ ഒത്തിരി നല്ല ഒരു ഡ്രീംസ്, ഓർമ്മ ഉള്ള ഏതെങ്കിലും ഡ്രീംസ് പപ്പയ്ക്ക് പറയാനുണ്ടോ? ഡ്രീംസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം തൊട്ട് എനിക്ക് തോന്നാണ്ട് ഓർമ്മ വെച്ച് തൊട്ട് അല്ലെങ്കിൽ കുറച്ചൊക്കെ കഴിഞ്ഞ് തൊട്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും സ്വപ്നം കാണും. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും. അത് ചിലപ്പം ഒരു സ്വപ്നം ആയിരിക്കില്ല, ചിലപ്പോൾ 2-3 സ്വപ്നങ്ങൾ ചിലപ്പോൾ രാത്രി കാണും. അത് ചിലപ്പോഴത്തെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തും, അല്ലെങ്കിൽ രാത്രി കിടന്ന് കാറുന്നു കൂന്ന് ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങൾ. ചിലപ്പോഴത്തെ കാണുന്ന സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായിട്ടുള്ള നല്ല സീനറി ആയിട്ടുള്ള പ്രദേശങ്ങളുടെ സ്വപ്നങ്ങൾ, ചിലപ്പോൾ ചില പള്ളികളുടെ സ്വപ്നങ്ങൾ, ചിലപ്പോൾ ചില വീഡിയോ ഷൂട്ടിങ് ഫോട്ടോഗ്രാഫി സെക്ഷനായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ്, ചിലപ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ ചിലത് പ്രാക്ടിക്കലി അത്
പിന്നീട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ചില സ്വപ്നങ്ങൾ എനിക്ക് പല ഇൻസിഡൻസ് ഞാൻ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഈ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ ഒരു തവണ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായി. ഞാൻ കണ്ട ഒരു സ്വപ്നം നെക്സ്റ്റ് ഡേ അതൊരു റിയൽ ആയിട്ട് സംഭവിച്ചു. ആ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ സ്വപ്നം കാണുന്നത് ഞാൻ ഡൽഹിയിലാണ്. അപ്പൊ നമ്മൾ താമസിക്കുന്ന അന്ന് നമ്മുടെ വീട് അടിമാലി മണ്ണാങ്കാലാണ്. ചാച്ചനും അമ്മച്ചി അണ്ണാമാരുണ്ട്. ഞങ്ങളിവിടെ ഡൽഹിയിലാണ്, എല്ലാം ഡൽഹിയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം തലേദിവസം രാത്രിക്ക് ഞാനൊരു സ്വപ്നം കാണുന്നു. കണ്ണൂരിലെ നമ്മുടെ മമ്മിയുടെ മൂത്ത ആങ്ങള തങ്കച്ചനളിയൻ രാവിലെ വീട്ടിൽ വന്നു എന്ന് ഞാൻ സ്വപ്നം കാണാം. രാത്രി സ്വപ്നം കണ്ടു. രാവിലെ മമ്മി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അപ്പം മമ്മി 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം. മമ്മിക്ക് രാവിലെ തല്ലിപ്പറക്കി പോകാൻ സമയത്ത് ഞാൻ മുന്നേടി ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ഇങ്ങനെ തങ്കച്ചനളിയൻ അടിമാലി വീട്ടിൽ വന്നായിട്ട് സ്വപ്നം കണ്ടു. എന്നെ കടിയാക്കി, മനുഷ്യൻ നിങ്ങൾ എന്നെ പറഞ്ഞ അടുത്ത കണ്ണൂർ കിടക്കുന്ന അളിയൻ ഇപ്പം ഒന്നുമല്ല അടിമാലിക്ക് വരാൻ വേണ്ടിയിരിക്കുക. നിങ്ങൾക്ക് സ്വപ്നം കാണുന്ന ഇനം കൂടുതലാണ്. നിങ്ങളുടെ സ്വപ്നത്തിന്റെ പണ്ടാരം എന്നെ കളിയാക്കി പുള്ളിക്കാലത്തിന് ഡ്യൂട്ടിക്ക് പോയി. ഏകദേശം ഒരു 7:30 ഞാനും ഡ്യൂട്ടിക്ക് പോകാനുള്ള വേറെ സമയം 8 മണി ആയപ്പോഴത്തേക്കും, അല്ല 8 മണിയല്ല, അതിന് മുമ്പായിട്ട് ചാച്ചൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിന്റെ അളിയൻ കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് എനിക്കൊരു ഇതായിപ്പോയി. കാരണം തലേദിവസം ഞാൻ സ്വപ്നം കണ്ടതുപോലെ അളിയൻ അടിമാലിൽ വന്നതായിട്ട്. അത് ഞാൻ മമ്മിയെ വിളിച്ചു പറഞ്ഞു, എടി ഞാൻ പറഞ്ഞ സ്വപ്നം ശരിയാട്ടോ, നമ്മളെ തങ്ങച്ചളിയും വീട്ടിലുണ്ട്. അപ്പോൾ അവർ പോകാൻ മനുഷ്യൻ നിങ്ങൾ എന്നെ കളിയാക്കാൻ പറയുന്നതാണ്. പക്ഷെ അത് കളിയാക്കാൻ പറഞ്ഞല്ലായിരുന്നു, അത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. ആ പുള്ളി സ്വപ്നത്തിനാണെങ്കിൽ പോലും പുള്ളി അടിമാലിൽ വന്ന. അപ്പൊ അത് പറഞ്ഞ ശേഷം എനിക്ക് ആ കണ്ട സ്വപ്നമായിട്ട് എന്തോ പിന്നീട് നടന്ന റിയലായിട്ട് സംഭവിച്ചതിന്റെ പേരിൽ ഞാൻ മിക്കവാറും തന്നെ ഈ സ്വപ്നങ്ങള് ഓർമ്മ എഴുതി. അങ്ങനെ ഒരു ക്യാരക്ടർ സ്വഭാവം. ഞാൻ ആ സ്വപ്നങ്ങളെ എഴുതി. പിന്നീട് തന്നെ എല്ലാ സ്വപ്നങ്ങളും ഞാൻ കാണുന്നതെല്ലാം എഴുതി വെക്കും. അത് പല സ്വപ്നങ്ങളും റിയലായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വെള്ളപ്പൊക്കം കാണുന്നു. ഇതൊക്കെ അടിമാലിലൊക്കെ വെള്ളം പൊങ്ങിയ സമയത്തിന് മുമ്പ് കണ്ടിട്ടുണ്ട്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെ അടിമാലില് ഒരു ദിവസം നമുക്കിങ്ങനെ ഇവിടെ ഡൽഹി ആയിരിക്കും, രാത്രി തന്നെ ഉള്ളൂ. അപ്പൊ ഞാൻ സ്വപ്നം കണ്ടിട്ട് ഒരു ദിവസം ഇങ്ങനെ ഒരു സ്വപ്നം കാണുകയാണ്. അടിമാലിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം കയറി. നമ്മുടെ മണ്ണാങ്കാല വീടൊക്കെ ഒത്തിരിയേറെ വെള്ളത്തിനകത്ത് ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന, കംപ്ലീറ്റ് മുങ്ങിയല്ല, ഏകദേശം ഒരു പകുതിയോളം ഭാഗം വെള്ളം ഇങ്ങനെ നിരന്ന് കിടക്കുന്ന ഒരു ഇത് ഞാൻ സ്വപ്നം കാണാം. നമ്മുടെ ജനലിനൊപ്പൊക്കെ വെള്ളമായിട്ട് കിടക്കുന്നു. ഇനി എന്ത് ചെയ്യും, ഈ വെള്ളമൊക്കെ എപ്പോഴും ഇറങ്ങി പോകും, എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ അങ്ങനെ ഒരു സ്വപ്നം കണ്ടു ഞാൻ. പിറ്റേ ദിവസം രാവിലെ മമ്മിയോട് കുഞ്ഞൊടി ഇങ്ങനെ ഭയങ്കരമായിട്ട് വെള്ളം കയറി അടിമാലി കിടക്കുന്നതായിട്ട്. അത് സ്വപ്നം കാണുന്നത് എനിക്കൊരു 1 month ബിഫോറാണ്. അതായത് ഇങ്ങനെ സംഭവം ഉണ്ടായി. അത് കഴിഞ്ഞാണ് അവിടെ എല്ലാം ഇടിഞ്ഞ് വെള്ളം വന്ന് വീടിന്റെ ചാച്ചനംശി നല്ലോണ്ടായിരുന്നപ്പം ആ പ്രദേശം മുഴുവൻ വെള്ളം കയറി. അവർ ജനലും അതൊക്കെ അടച്ചു വെച്ച്, എന്നിട്ട് ജനലിനൊപ്പം വെള്ളം വന്നു. ജനൽ തുറക്കുന്ന അയൽക്കാർ ഫോൺ വിളിച്ചു ജനൽ തുറന്ന് ശകലം തുറക്കിയപ്പം ജനലിനകത്തുനിന്നോടെ വെള്ളം കയറി വരാവുന്ന രീതിക്ക് അത്രയും വെള്ളം വീടിന്റെ ജനലിന്റെ പാളയോടൊപ്പം കംപ്ലീറ്റ്ലി ആ ഏരിയ മുഴുവൻ വെള്ളം കയറി നിറഞ്ഞു. എന്നിട്ട് പിറ്റോ കതക് തുറന്ന് ഫില്ല് ചെയ്ത് വെച്ചു. ജനലിന്റെ അകത്തോടെല്ലാം വെള്ളം കയറാൻ ഫില്ല് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം എപ്പോഴോ വെള്ളം ഇറങ്ങിപ്പോയി, മുഴുവനായിട്ട് ഇറങ്ങിപ്പോയില്ലെങ്കിൽ പോലും. പക്ഷെ അതുകൊണ്ട് പിറ്റേ ദിവസം ഇങ്ങനെ ഫോൺ വിളിച്ചപ്പോഴാണ് വെള്ളം കയറി മുഴുവൻ വീടിനകത്ത് ഇവരെല്ലാം മുഴുവൻ വെള്ളമായിരുന്നു. ഭയങ്കര അവസ്ഥയായിരുന്നു. പേടിച്ചു പോയി എല്ലാവരും എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത്. അന്നേരം പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നു, ഞാൻ 1 month ബിഫോർ ആ സ്വപ്നം യാഥാർത്ഥ്യത്തിൽ കണ്ടതാണ്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു മോളിയോട്, എടി ഇങ്ങനെ വെള്ളം എന്തോ പേടിയൊക്കെ തോന്നുന്നു, അത്രയും തന്നെ ഉള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ആ സംഭവം അങ്ങനെ. പിന്നീട് ഞാൻ കാണുന്ന മിക്കവാറും സ്വപ്നങ്ങളൊക്കെ എന്റെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ ഒരു 1 month ശേഷം അല്ലെങ്കിൽ 2 month ശേഷം പല സംഭവങ്ങളും ഇൻസിഡന്റ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് പിന്നീട് എഴുതി വെക്കാൻ തുടങ്ങി. ഇങ്ങനെ സ്വപ്നങ്ങള് ഇങ്ങനെ എഴുതി വെക്കാൻ. ചിലപ്പോ സ്പെഷ്യൽ ഡയറി ഇല്ല, നമുക്ക് ഇവിടെ ഒരു മന്ത്ലി ബഡ്ജറ്റിൽ ചെലവ് ഓരോ കണക്കുകളും എങ്ങനെയൊക്കെ ക്രമീകരിക്കാം എന്നുള്ള ഒരു ബുക്കുണ്ട് നമുക്ക്. മന്ത്ലി ഇൻകം, അതിൽ വരുന്ന EMI പോകേണ്ടത്, ചെലവുകൾ വരുന്നത്, ഈ മാസം അടയ്ക്കേണ്ടത്, ഫീസ് ഇങ്ങനെയെല്ലാം ഒരു ബഡ്ജറ്റേരിയൽ ഒരു ബുക്കുണ്ട് എനിക്ക്.
ഞാൻ ആ എഴുതി വെക്കും. പിന്നെ ചെലവുകൾ നടന്നു, ഇങ്ങനെ ചെലവുകൾ ഈ മാസം വരാറുണ്ട്, ബഡ്ജറ്റുകൾ എങ്ങനെ ബഡ്ജറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, അതെ ആ ഇൻകം എക്സ്പെൻസ് ടാലി ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ലോൺ കൊടുക്കാനുള്ളതിന്റെ പാർട്ട് എങ്ങനെ EMI കൊടുക്കാം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കൃത്യമായ ഒരു ബഡ്ജറ്റ് ബുക്ക് ഉണ്ട് എനിക്ക്. ഞാൻ അതിന്റെ ഒരു ബാക്ക് സൈഡിൽ നിന്ന് ഈ സ്വപ്നങ്ങൾ എഴുതാൻ പറയും, പിന്നെ പിറ്റേ ദിവസം കാണുന്നുണ്ട്. അങ്ങനെ ആ സ്വപ്നങ്ങൾ ഒട്ടും ചിലപ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ ഓൾമോസ്റ്റ് ശരിയാണ്. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ സ്വപ്നം കാണുന്ന പക്ഷെ മോളിയോട് പറയും. ഉം. അങ്ങനെ ഇഷ്ടമാലുണ്ട്. ഇതിനിടയ്ക്ക് ഒരു കഴിഞ്ഞ ഒരിക്കലും ഒരു 1-2 മന്ത് മുമ്പ് ഒരു സ്വപ്നം കണ്ടതെന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇൻട്രസ്റ്റ് ആയിപ്പോയി. അതായത് സ്വപ്നം ഇതായിരുന്നു, രാത്രി ഞാൻ ഇങ്ങനെ കടന്ന അപ്പം എപ്പോഴോ വെളുപ്പാറായപ്പം തോന്നുന്നു, ആ, ഞാൻ കാണുന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ കുറെ 3-4 ആൾക്കാർ കൂടി എന്നെ പിടിച്ചു വെച്ച് അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുക, നിലത്ത് ഇട്ട് വലിച്ചു കീറുന്ന ഒരവസ്ഥ. അപ്പം അവര് വളരെ ആരോഗ്യവാന്മാരാണ്, ഈ 3-4 പേര് ചുറ്റുമുള്ള അവര് എന്നെ അടിക്കുക, ഒരു രക്ഷയില്ല. എനിക്ക് രക്ഷപ്പെടാൻ നിൽക്കില്ല. അപ്പൊ ഒരു 2 പേരെ എന്റെ കയ്യെ പിടിച്ചു പിടിക്കുന്നു, 2 പേരെ കാലെ പിടിച്ചിരിക്കുന്നു, എന്നിട്ട് എന്നെ അവരെ അടിക്കുന്നു. ഇവരെടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ നോക്കിയിട്ട് ഒന്നും രക്ഷയില്ല. ലാസ്റ്റ് ഞാൻ നോക്കിയപ്പം ഒരുത്തൻ ഈ കയ്യെ പിടിച്ചിരിക്കുന്നവന്റെ കയ്യെ കടിച്ച് രക്ഷപ്പെട്ടെങ്കിലോ എന്നൊരു ചിന്ത വന്നുകൊണ്ട് ഞാൻ സർവശക്തി എടുത്ത് കാറുന്നുണ്ട്, എന്നെ രക്ഷിക്കോന്ന് പറഞ്ഞ് കാറുന്നുണ്ടെങ്കിലും ഈ സ്വപ്നത്തിൽ കിടന്ന് ഈ ഒച്ച കുറേശ്ശെ പുറത്തു വരും. പലരും കാറുന്നുണ്ട്, പക്ഷെ ഒച്ച പുറത്തു വരും കുറച്ച്. മമ്മി ഇടയ്ക്കിടയ്ക്ക് ഈ ഒച്ച കേൾക്കുന്നുണ്ട്, ഈ കാറുന്ന കുറേശ്ശെ ഒച്ച പുറത്ത് വരാതെ കാറുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. മമ്മി ഉറക്കത്തില്ല. പക്ഷെ ഈ വീണ്ടും വീണ്ടും ഈ ഉറക്കത്തിൽ കിടന്ന ഈ കാർച്ച മമ്മി കേൾക്കുന്നതുകൊണ്ട് അമ്മ പയ്യെ എണീറ്റ് നോക്കാൻ നോക്കിയപ്പം എന്റെ സ്വപ്നത്തിൽ ഞാൻ ഈ മനുഷ്യനെ അലറിക്കൊണ്ട് ഒരുത്തന്റെ കയ്യെ കടിക്കാൻ വേണ്ടി ഇങ്ങനെ ആഞ്ഞ് കടിക്കാൻ വേണ്ടി തല ഇങ്ങനെ എന്നെ അടിച്ച് വീഴ്ത്തിയിട്ടിരിക്കണം. ഞാൻ പയ്യെ പയ്യെ പൊങ്ങി വന്ന് ഇവനെ കടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയ്യേനെ പിടിച്ച് കടിക്കാൻ തടങ്ങുന്ന ഭാഗത്ത്, അപ്പൊ ഞാൻ കട്ടിലിന്റെ പയ്യെ ഏറ്റുപോയത് കുറച്ചങ്ങ് കിടക്കുന്ന അവസ്ഥയിൽ പൊങ്ങി കഴിഞ്ഞപ്പോഴാണ് മമ്മി ആ സമയത്ത് ഈ അലർച്ചയും കാർച്ചയും കേട്ടോണ്ട് ഉറക്കത്തിൽ നേരിട്ട് വന്നിട്ട്, എന്നാ മനുഷ്യൻ നിങ്ങൾ കാണിക്കുന്നത്, എന്നെ കേൾക്കുന്നത്, പോയി കാണിച്ചത്, ഞെട്ടിപ്പോയി. അതേപടി അങ്ങ് വീണു. ആ സ്വപ്നം അതോടുകൂടി തീർന്നു പോയി. അന്നേരം പറയാൻ പറ്റിയ മൂഡ്, കാരണം ഈ അടിയുടെ മേളത്തിനിടയ്ക്ക് ഞാനിങ്ങനെ എന്നാ പറയുന്നത്, ഈ കാർച്ച പേടിച്ച് കേട്ട സമയത്താണ് കടിക്കാൻ തുടങ്ങിയത്. ചിലപ്പോ മമ്മിക്കിട്ട് കൊടുത്താൽ ഈ എണീറ്റ് വരുന്ന ഭാഗത്ത് മമ്മി നോക്കിയപ്പോ ഒരു മനുഷ്യൻ കാറിക്കൊണ്ട് കട്ടിലേന്ന് എണീക്കും. അപ്പൊ മമ്മി എണീറ്റില്ലെങ്കിൽ മിക്കവാറും കടിയായിരുന്നു മമ്മിക്കിട്ട് വരും കൂടുതൽ. എന്താ അത് രക്ഷപ്പെട്ടു എന്നാ മനുഷ്യ. എന്നിട്ട് ചെന്ന പറ്റിയെന്ന് ഞാൻ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം അത്രയും ഞാൻ ക്ഷീണിച്ചതായിപ്പോയി ആ ഒരു സ്വപ്നത്തിനാണ്. അത്രയും ഞാൻ സംഘർഷത്തിലായിരുന്നു ആ സംഭവത്തില്. ഇത് നടന്നൊന്നുമില്ല കേട്ടോ, 7 മണി തല്ലിയിട്ടും അടിച്ചിട്ടും ഒന്നുമില്ല. പക്ഷെ എന്തോ ഇത് സ്ട്രഗിൾ എന്നെ അന്ന് എന്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ സ്ട്രഗിൾ ആയിരിക്കാം അങ്ങനെ ഒരു സ്വപ്നം എനിക്ക് തോന്നിയതെന്ന് തോന്നുന്നു. പിറ്റേ ദിവസം അന്ന് ചോദിച്ചു, ആ സ്വപ്നം പറഞ്ഞില്ലേ, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഇങ്ങനെ സ്വപ്നം കണ്ടത്, കടിക്കാൻ തുടങ്ങി, ഒരുത്തനെ കടിച്ച് കീറാൻ തുടങ്ങി ഭാഗമാണ് രക്ഷപ്പെടാൻ. അതാണ് നേടാ നിങ്ങൾ ഇതിനെ ഞാൻ കൂടെ കാണത്തില്ല, ഈ ഇങ്ങനെ അടി തൊഴി കടി സംഭവം. നീ സ്ലീപ്പ് പാരാലിസിന്റെ ഒരു സംഭവമായിരിക്കും ഇത്. ഈ നമ്മളിങ്ങനെ കടന്നു വരുമ്പോൾ പക്ഷെ നമ്മൾക്ക് എണീക്കാൻ പറ്റണില്ല. നമ്മളുടെ മനസ്സ് നമ്മളുടെ അവേക്കാ, ബട്ട് ഫോർ സം റീസൺ നമ്മൾക്ക് എണീക്കാൻ പറ്റണില്ല. നമ്മൾ അകത്ത് തന്നെ അലറി കാരുമായിരിക്കും മിക്കവാറും. കൈയൊക്കെ അനക്കാൻ നോക്കുമായിരിക്കും, മിക്കവാറും അനക്കാൻ പറ്റണില്ല. മനസ്സ് അവേക്കാ, പക്ഷെ നമ്മൾക്ക് ചെയ്യാം. സ്ലീപ്പ് പാരാലിസിന്റെ ഒരു എപ്പിസോഡായത്. അത് വെരി കോമനാ, അതോർത്ത് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മമ്മീനെ കടിക്കാതിരുന്നാൽ മതി, ബാക്കിയെല്ലാം സെറ്റാ. സംഭവങ്ങളുണ്ട്. ഇനി എന്താ ചോദിക്കാനുള്ളേ? ഇനി ചോദിക്കാനുണ്ട്. ഇനി തീർന്നു. ഇതൊക്കെയാണ് നമ്മളുടെ ചെറിയ ചെറിയ കഥകൾ. ഇതായിരുന്നു പപ്പയുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കഥകൾ നമ്മളിങ്ങനെ ഓർത്ത് പോണേ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ടുഡേ. ഒരു വലിയ സെഗ്മെന്റ് നമ്മൾ ഇന്ന് ചെയ്തത്. താങ്ക് യു ഫോർ ദ സ്റ്റോറീസ്. പപ്പ റിയൽ ആയിട്ട് സത്യമായിട്ട് എല്ലാം ഇങ്ങനെ പറഞ്ഞു. പിന്നെ താങ്ക് യു ഫോർ ബീങ് ഹിയർ. ആൻഡ് നമ്മളിപ്പം പല ഘട്ടത്തിലാണ് നമ്മളിപ്പം, ഞാനിപ്പോൾ ന്യൂസിലാൻഡിലും പപ്പ ഇപ്പം ഡൽഹിയിലും പല ഘട്ടത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരുന്നു നമ്മളുടെ. പിന്നെ ഞാൻ ഇതിൻ്റെ കുറേ മുമ്പേ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പം കേൾക്കുമ്പോൾ ഇതൊരു വേറെ ആയിട്ടാണ് ഇത് ഫീൽ ആകണം. ടോട്ടലി വേറെ. ഇതിൻ്റെ ഇൻറ്റൻഷൻ വേറെയാ, പക്ഷേ ഇത് ഇച്ചിരി ഡീപ്പറായിട്ടാണ് ഇപ്പം പോയത്. ഇത് അടിപൊളിയായിരുന്നു കേൾക്കാൻ. പിന്നെ
in the end, before we end, I want to ask you one thing. If you could leave one lesson behind, നമ്മളുടെയൊക്കെ വേണ്ടി ഒരു ചെറിയ ലെസൺ എന്തെങ്കിലും പറയാനുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ജീവിതത്തിന് വേണ്ടി ഒരു ചെറിയ ലെസൺ, ഒരു സെൻറ്റൻസിൽ 2 സെൻറ്റൻസിൽ? ജീവിതത്തില് ലെസൺ, എനിക്കുള്ള ലെസൺ എന്ന് പറഞ്ഞാല് ഞാൻ സ്ട്രഗിളിലൂടെയാണ് ജീവിച്ചു പോകുന്നത്. അതായത് ഓക്കെ. എന്റെ ചെറുപ്പകാലം തൊട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടുത്തെ പരിസ്ഥിതികള്, സാഹചര്യങ്ങളെല്ലാം ഒന്നും അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടാകുന്ന അവൈലബിലിറ്റികൾ കുറവായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സ്വന്തം വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ അവസ്ഥകൾ മാത്രമായിരുന്നു നമ്മളുടെ അവൈലബിലിറ്റി. ഇന്ന് കാലം മാറി. കാലം മാറി എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങളെ സംബന്ധിച്ചോളം ചെറിയൊരു സ്ട്രഗിൾ ഇപ്പോഴത്തെ ഫീൽഡുമായിട്ട് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്ന സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ വീട്ടിലെ പറമ്പിപ്പണികള് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുക, തിരിച്ചു വരിക, ഇങ്ങനെയുള്ള സ്ട്രഗിളെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ തലമുറകളുടെ സ്ട്രഗിൾ എനിക്ക് നോക്കുമ്പോൾ തോന്നുന്നത് അതിൽ കൂടുതൽ, കാരണം അവർ IT മേഖലയിലേക്ക് പോയി. അന്ന് ഒരു അഗ്രികൾച്ചർ ബേസ്ഡ് ലൈഫ് ഞങ്ങൾ സ്വീകരിച്ചുവെങ്കിലും നിങ്ങൾ ഇന്ന് IT ബേസ്ഡ് ആയിട്ടുള്ള ഇന്റലിജന്റ്, ഇപ്പൊ ഇതേ പുതിയ AI വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം എല്ലാം ഒരു മിഷൻ ബേസ്ഡ് ലൈഫിലേക്ക് ജീവിതം മാറിക്കഴിഞ്ഞു. ഒത്തിരി ഫാസ്റ്റ് ലൈഫായി. അപ്പം ഈ ഫാസ്റ്റ് ലൈഫും പഴയ ലൈഫിന് മാറ്റം വന്നിട്ടില്ല. മനുഷ്യന്റെ ലൈഫും അന്നത്തെ കാലത്ത് ഇന്നത്തെ ലൈഫെല്ലാം വന്നു. പക്ഷെ ബേസിക്കലി അവരുടെ കൾച്ചർ, സ്ട്രക്ചർ, ലിവിങ് സ്റ്റൈല്, മെത്തേഡ്, ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എല്ലാം ഡിഫറെന്റ് ആയിപ്പോയി. അപ്പം ലെസൺ എന്ന് പറഞ്ഞത് എനിക്ക് പറയാൻ തോന്നുന്നത്, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക, നല്ല സഹജീവികളായിട്ട് ജീവിക്കുക, സമൂഹത്തിന്, വ്യക്തികൾക്ക്, കുടുംബത്തിന് എല്ലാവർക്കും ഒരു സർവീസ് ആകുന്ന മൊമെന്റ് ആകട്ടെ. നിങ്ങളുടെ സർവീസ് ആയാലും ലോകത്തിന് മുമ്പിൽ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലൈഫായി മാറട്ടെ. എല്ലാവരും നല്ല ഒരു ലൈഫിലേക്ക് പോകട്ടെ. പക്ഷെ അത് മണി ഓറിയന്റഡ് ആകാതെ ഒരു ലൈഫ് വിത്ത് സർവീസ് മൈൻഡ്. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും സർവീസാണ് ചെയ്യുന്നത് എങ്കിൽ പോലും നിങ്ങളുടെ ഇന്ന് പഠിച്ചു വന്ന ബേസ് വെച്ച് നിങ്ങൾ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളില്, സമൂഹങ്ങളിൽ അവർക്കുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സർവീസ് ആയി പറ്റും. ചിലപ്പം ഇന്റലിജൻസ് വ്യത്യാസമായിരിക്കും, ചിലപ്പോൾ AI ബേസ്ഡ് ആയിരിക്കാം, ചിലപ്പം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കാം. ഏത് മേഖല ആയാലും, ചിലപ്പം പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ്, ഡോക്ടേഴ്സ് എഞ്ചിനീയറിംഗ്, ഏത് മേഖല ആയാലും സർവീസ് മൈൻഡ് അവിടെ മണി ഓറിയന്റഡ് മാത്രം ആയിരിക്കരുത്. മണി വേണം, ആവശ്യത്തിന് ജീവിക്കാൻ. Give it to some people for good for their life. Make another generation, make a new generation. ഇപ്പൊ നിങ്ങൾ അടുത്ത ജനറേഷനിലേക്ക് വരാൻ വേണ്ടി ഒരു പ്രായക്കമായി നിൽക്കുന്ന ടൈം എന്ന് എനിക്ക് തോന്നുന്നു 25-26 വയസ്സായവർക്കൊക്കെ. നിങ്ങളെ പോലുള്ള യങ്സ്റ്റേഴ്സ് ആണ് ഇനി പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുക്കേണ്ടവരും പുതിയ തലമുറ വളർത്തിയെടുക്കേണ്ടത്. അപ്പം ആ തലമുറ നിങ്ങൾ ചിന്തിക്കുക. ഞങ്ങളുടെ തലമുറയ്ക്കകത്ത് പേരൻസിലായിട്ട് വന്ന പല ഫോൾട്ടുകൾ ഉണ്ടാകാം. നിങ്ങൾ പറഞ്ഞ രീതിക്കുള്ള പ്രായ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും, അടി, വിഷമങ്ങള്, വഴക്ക്, ഇതൊക്കെ ആവശ്യമാണോ അല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റത്തില്ല. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ പുതിയ തലമുറകൾക്ക് ഇത് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക. അതല്ലെങ്കിൽ അതിനെ വേറെ ഏതെങ്കിലും വിധത്തിൽ ഭേദമാക്കിയിട്ട് അവരെ പുതിയ ജനറേഷന് പുതിയ കൾച്ചറോടുകൂടി പുതിയ ലിവിങ് തലത്തിൽ പുതിയൊരു ലോകത്തിലേക്ക് സൃഷ്ടിക്കാനുള്ള സാഹചര്യം നിങ്ങൾ ചെയ്യുക. നല്ലവിധ ഭാവിയെക്കുറിച്ച് എല്ലാ ആശംസകളും എല്ലാവർക്കും തരും. ഓക്കെ, വലിയ ലെസനാ. പ്ലീസ് ഫോളോ ചെയ്യുക. പിന്നെ to everyone listening, thank you so much for joining us today. This was our pilot episode. We will have more of these episodes in which we will be having more stories from more people, not just from one single person, but everybody's stories combined. And that's how you learn. And this isn't just a podcast. We don't even know what this is. So this is indeed a time capsule. So because one day, long from now, someone will press play on this one and hear a father and son remembering, laughing and learning and living. So yep, that's that. And because in the end
our stories matter, our people matter. And if this inspires any one of you to sit down with your dad, your mom, your siblings, or friends and talk, then that's a win. This was Before We Forget. And we hope to see you in the next round and see you in the next one. Thank you so much. Bye.